ഈ സെക്രട്ടറി ടെസ്റ്റിൻ്റെ ഉൾപ്പെടുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് 5 മാർക്കാണ് ഭരണഘടനയ്ക്ക് വേണ്ടി PSC അലോട്ട് ചെയ്തേക്കുന്നത്. യഥാർത്ഥ രീതിയിൽ ഈ ഭരണഘടന പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ലക്ഷ്മികാന്തിൻ്റെയൊക്കെ ബുക്ക് എടുത്ത് വെച്ച് പിന്നെ ഓരോ ടോപ്പിക്കും ഡീപ്പായിട്ട് ആ രീതിയിൽ പഠിക്കണം. പക്ഷേ അങ്ങനെ പഠിക്കാനുള്ള സമയമില്ല എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് GK എന്ന് പറയുന്ന ടോപ്പിക്ക് കാട് കയറി പഠിക്കാതെ ക്യാപ്സ്യൂൾ പോലെ അങ്ങ് നൈസായിട്ട് പഠിച്ച് തീർത്താൽ മതി. ആ രീതിയിൽ GK പഠിക്കുകയാണെങ്കിൽ നല്ലൊരു സ്കോർ GK ഭാഗത്ത് മേടിക്കാൻ പറ്റും. ബാക്കിയുള്ള മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നീ ടോപ്പിക്കിന് ടോട്ടൽ 50 മാർക്കാണ് എന്ന് നിങ്ങൾക്കറിയാം. ആ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള ആ സ്റ്റഡി മെറ്റീരിയൽസ് വെച്ച് പക്കായിട്ട് പഠിച്ചു തീർത്ത് ഭൂരിഭാഗം മാർക്കും ആ ഒരു ഭാഗത്ത് മേടിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രിലിംസ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ സ്റ്റഡി മെറ്റീരിയൽസ് കയ്യിലില്ലാത്തവർക്ക് വേണ്ടി നമ്മളൊരു കോഴ്സിലൂടെ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വേണമെന്നുള്ളവർ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ആ ഒരു കോഴ്സ് വാങ്ങിച്ചാൽ മതി. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ആ കോഴ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ഈ കോഴ്സിലുള്ളത് എന്നൊക്കെയുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങളൊന്ന് മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അതിനകത്തുള്ളത്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ. അത് പ്രകാരം നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് സ്വയം തോന്നിയാൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് ഇന്ന് തൊട്ട് തന്നെ പഠനം ആരംഭിക്കാം. ഞാൻ പറയുന്ന അത്രയും സ്റ്റഡി മെറ്റീരിയൽസ് വെച്ച് പക്കായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രിലിംസ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിലും ഇന്ന് തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3 കോൺസ്റ്റിറ്റ്യൂഷനിലെ ടോപ്പിക്കുകളാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം എന്നീ 3 ടോപ്പിക്കുകളാണ് ഈ ഒരു സിംഗിൾ വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യുന്നത്. പ്രതിനിധി സഭ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഥവാ ഭരണഘടനാ നിർമ്മാണ സഭ. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഈ ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭ അഥവാ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ്. ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യമേത് എന്ന് ചോദിക്കാം. എന്നിട്ട് ഓപ്ഷനിൽ സൈമൺ കമ്മീഷൻ, ക്രിപ്സ് മിഷൻ, ക്യാബിനറ്റ് മിഷൻ, അങ്ങനെ വിവിധ ഓപ്ഷനുകളും തരാം. ആ സമയത്ത് നിങ്ങൾക്ക് ഒരുപക്ഷെ കൺഫ്യൂഷൻ വന്നേക്കാം. ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് എന്ന വാക്ക് ആരംഭിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് എന്ന വാക്ക് ആരംഭിക്കുന്നത് C എന്ന ലെറ്ററിലാണല്ലോ. അതുപോലെ ഇത് അവസാനിക്കുന്നത് T എന്ന ലെറ്ററിലാണല്ലേ. അതുപോലെ തന്നെ ക്യാബിനറ്റ് എന്ന വാക്ക് ആരംഭിക്കുന്നതും C എന്ന ലെറ്ററിലാണ്, അവസാനിക്കുന്നത് T എന്ന ലെറ്ററിലാണ്. സോ കോൺസ്റ്റിറ്റ്യൂവന്റ്, ക്യാബിനറ്റ്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം ക്യാബിനറ്റ് മിഷൻ. ഓക്കെ, ഇപ്പം തന്നെ പഠിച്ചു പോവുക. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം ക്യാബിനറ്റ് മിഷൻ. ഇത് രൂപീകൃതമായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 1 വർഷം മുമ്പാണ്. 1946 നവംബർ മാസത്തിലാണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. 1946 നവംബർ മാസത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളും അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും അതുപോലെ തന്നെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ട്. 2 തരം അംഗങ്ങളുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവരും അതുപോലെ നാമനിർദ്ദേശം ചെയ്തവരും. രൂപീകൃതമാകുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 389 രൂപീകൃതമാകുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 389. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന വാക്ക് ആരംഭിക്കുന്നത് C എന്ന ലെറ്ററിലാണല്ലോ. C എന്ന് പറയുന്നത് 3ാമത്തെ ലെറ്റർ ആണല്ലോ. 3ന്റെ സ്ക്വയർ ആണല്ലോ 9. പിന്നെ 3ന്റെ 2 അറ്റങ്ങളും ഇങ്ങനെ കൂട്ടിമുട്ടിക്കുവാണെങ്കിൽ 8 എന്ന് കിട്ടൂല. 8 നടുക്കോട്ട് എഴുതിയാൽ 389. കോൺസ്റ്റിറ്റ്യൂവന്റിൽ നിന്ന് 389ലേക്ക് നമ്മൾ സിമ്പിളായിട്ട് എത്തിയില്ലേ. സോ 389 രൂപീകൃതമാകുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 389. ഓക്കെ, ഇനി ഇന്ത്യ വിഭജനം നടക്കുമ്പോൾ 2 രാജ്യങ്ങളായിട്ട് പോയില്ലേ. അതിലൊരു രാജ്യം ഏതാണ്? പാകിസ്ഥാൻ. ഇപ്പോൾ ഒരാൾ പോയി കഴിയുമ്പോൾ ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ പ്രദേശത്തുൾപ്പെട്ട അംഗങ്ങൾ പിരിഞ്ഞു പോയതോടുകൂടി അംഗസംഖ്യ എത്രയായി എന്ന് ചോദിച്ചാൽ അത് 299. അപ്പോൾ ഉണ്ടാകുമ്പോൾ എത്രയാണ്? 389. ഒരാൾ പോയി കഴിയുമ്പോൾ, പാകിസ്ഥാനിലെ അംഗങ്ങൾ പോയി കഴിയുമ്പോൾ 299. 389 ആണല്ലോ. 389 ഒരാൾ പോകുന്നല്ലേ പറഞ്ഞത്. അപ്പം 3ൽ നിന്ന് 1 കുറച്ചാൽ 2 എന്ന് വരും അല്ലേ. ആ 1 കുറച്ച് 1 തൊട്ടപ്പുറത്തെ നമ്പറിൽ ആഡ് ചെയ്ത് നോക്കിയാൽ നമ്മൾ ഈ മറ്റേ റിമൈൻഡർ എടുത്ത് ആഡ് ചെയ്യുന്നില്ല. 8ലേക്ക് ആഡ് ചെയ്യുമ്പോൾ 9, മറ്റേ 9 ആഡ് ചെയ്യാനൊന്നുമില്ല. അതുപോലെ തന്നെ 9 എഴുതുക, 299. അപ്പോൾ ഒരാൾ പോയി കഴിയുമ്പോൾ 299. ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ പ്രദേശത്തുൾപ്പെട്ട അംഗങ്ങൾ പിരിഞ്ഞു പോയതോടുകൂടി അംഗസംഖ്യ 299 ആയി എന്ന് അറിഞ്ഞിരിക്കുക. രൂപീകൃതമാകുമ്പോൾ 389. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 93. വിഭജനത്തിന് ശേഷം 70 ആയി. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം രൂപീകൃതമാകുമ്പോൾ 17, വിഭജനത്തിന് ശേഷം 15. 4 നമ്പറുകൾ പറഞ്ഞു.
ഇന്ത്യ വിഭജനത്തിന് ശേഷം 299 ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 93, വിഭജനത്തിന് ശേഷം 70. നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 93, വിഭജനത്തിന് ശേഷം 70. അതുപോലെ രൂപീകരണമാകുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം 17, വിഭജനത്തിന് ശേഷം അത് 15ആയി. രൂപീകരണമാകുമ്പോൾ 17, വിഭജനത്തിന് ശേഷം 15. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിക്കാം. തിരഞ്ഞെടുക്കപ്പെട്ടത് 296 പേരാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 2 തരം അംഗങ്ങളുണ്ട്, ഒന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരും മറ്റൊന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരും. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം 296 ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം 296. അതിൽ ബ്രിട്ടീഷ് ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുള്ള അംഗങ്ങൾ 292. ബ്രിട്ടീഷ് ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുള്ള ആളുകളുടെ എണ്ണം 292. ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുള്ളത് പിന്നെ എത്ര പേരായിരിക്കും? ടോട്ടൽ 296, 292 പേര് ബ്രിട്ടീഷ് ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നാണെങ്കിൽ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് 4 പേര്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം 296. ബ്രിട്ടീഷ് ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് 292 പേര്, ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് 4 പേരാണെന്നും അറിഞ്ഞിരിക്കുക. ഇനി ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായവരുടെ പേരുകളാണ് പറയാൻ പോകുന്നത്. ഡൽഹിയിൽ നിന്ന് ദേശബന്ധു ഗുപ്ത. ഡൽഹിയിൽ നിന്ന് ദേശബന്ധു ഗുപ്ത. ഈ ഡൽഹിയിലൊക്കെ നമ്മളെ ഭരിക്കുന്നവരൊക്കെ മീൻസ് സെൻട്രൽ ഗവൺമെൻറ്റിലൊക്കെ ഉള്ളവർ പലരും ദേശത്തിൻ്റെ ബന്ധുക്കളാണ്. അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ അവർ എന്താ പറയുക, ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ആളുകളിങ്ങനെ കാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപം അവർക്കെതിരെ ഉണ്ടല്ലോ പണ്ട് കാലം മുതൽ. അപ്പോൾ ആ രീതിയിൽ ദേശത്തിൻ്റെ ബന്ധുക്കളാണ് ഡൽഹിയിൽ ഭരിക്കുന്നത്, അങ്ങനെയൊക്കെ ചുമ്മാ ഓർത്ത് ദേശബന്ധു. ഡൽഹിയിൽ ദേശബന്ധു ഗുപ്ത. ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായവരുടെ പേരുകളാണ് പറയുന്നത്. ഡൽഹിയിൽ നിന്ന് ദേശബന്ധു ഗുപ്ത. അജ്മീർ, മോർവാര ഈ ഭാഗങ്ങളിൽ നിന്ന് മുകുന്ദ് ബിഹാരിലാൽ ഭാർഗവ. അജ്മീർ, മോർവാര, മുകുന്ദ് ബിഹാരിലാൽ ഭാർഗവ. അജ്മീർ, അച്ചി നമ്മൾ തുമ്മുമല്ലേ, തുമ്മുന്നത് മൂക്കുകൊണ്ടാണല്ലോ. അജ്മീർ, മൂക്കും മുക്കുത്തുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. എന്തെങ്കിലും ഒരു കണക്ഷൻ പറയുന്നത് ഓർത്തിരിക്കാനാട്ടോ. അജ്മീർ, മുക്കുത്ത്, അജ്മീർ, മോർവാര, മുകുന്ദ് ബിഹാരിലാൽ ഭാർഗവ. കൂർഗിൽ നിന്ന് CM പൂനാച്ചയാണ്. കൂർഗിൽ നിന്ന് CM പൂനാച്ച. ഈ മടിയന്മാരായിട്ടുള്ളവരൊക്കെ CM ആയി കഴിഞ്ഞാൽ അവർ കൂർക്കം വലിച്ചുറങ്ങുന്ന ഓർത്ത് CM കൂർഗ് CM പൂനാച്ച. കൂർഗ് CM പൂനാച്ച. ഓക്കെ, ഇനി ബലൂചിസ്ഥാനിൽ നിന്ന് ഖാൻ അബ്ദൂസ് സമദ് ഖാൻ. ഖാനിൽ തുടങ്ങി ഖാനിൽ അവസാനിക്കുന്ന ഒരു പേര്, ഇടയ്ക്കൊരു അബ്ദൂസ് സമദോടെ ഉണ്ട്. ബലൂചിസ്ഥാനിൽ നിന്ന് ഖാൻ അബ്ദൂസ് സമദ് ഖാൻ. ബലൂചിസ്ഥാനിൽ നിന്ന് ഖാൻ അബ്ദൂസ് സമദ് ഖാൻ. ഓക്കെ, ഡൽഹിയിൽ നിന്ന് ദേശബന്ധു ഗുപ്ത. അജ്മീറിൽ നിന്ന് മോർവാര, മുകുന്ദ് ബിഹാരിലാൽ. അജ്മീർ മോർവാരയിൽ നിന്ന് മുകുന്ദ് ബിഹാരിലാൽ ഭാർഗവ. കൂർഗിൽ നിന്ന് CM പൂനാച്ച. ബലൂചിസ്ഥാനിൽ നിന്ന് ഖാൻ അബ്ദൂസ് സമദ് ഖാൻ. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭൂരിപക്ഷം നേടിയ പാർട്ടി ഏതായിരിക്കും? അതെന്തായാലും കോൺഗ്രസ് തന്നെയായിരിക്കും. കോൺഗ്രസ് ആണല്ലോ അന്നത്തെ ഏറ്റവും വലിയ പാർട്ടി. അപ്പം കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭൂരിപക്ഷം നേടിയ പാർട്ടി. 208 സീറ്റുകൾ. കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭൂരിപക്ഷം നേടിയ പാർട്ടി. 208 സീറ്റുകൾ. ഏറ്റവും അധികം അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ ഏത് എന്ന് ചോദിച്ചാൽ യുണൈറ്റഡ് പ്രൊവിൻസ് ആണ്. ഏറ്റവും അധികം അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ യുണൈറ്റഡ് പ്രൊവിൻസ്. ഓക്കെ, ഇപ്പോഴാണെങ്കിൽ പോലും നമ്മുടെ UP അല്ലേ, ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ എന്താ പറയുക അംഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ഉത്തർപ്രദേശ് പിടിച്ചാൽ ഇന്ത്യ ഭരിക്കാമെന്നാണ് പൊതുവെ പറച്ചിൽ. അപ്പോൾ അതുപോലെ തന്നെ അതും UP എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അന്നത്തെ UP യുണൈറ്റഡ് പ്രൊവിൻസ് എന്നുള്ള രീതിയിൽ ചുമ്മാ ഓർത്തി. അപ്പോൾ UP എപ്പോഴും കൂടുതൽ ആൾക്കാർ. ഇന്ന് ഉത്തർപ്രദേശ് ആണെങ്കിൽ അന്ന് യുണൈറ്റഡ് പ്രൊവിൻസ് ആണെന്ന് ചുമ്മാ സെൻറ്റൻസ് കണക്ട് ചെയ്ത് ഓർത്താൽ UP യുണൈറ്റഡ് പ്രൊവിൻസ് എന്ന് കണക്ട് ചെയ്യാം. ഏറ്റവും അധികം അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ യുണൈറ്റഡ് പ്രൊവിൻസ്. ആ ജോഗ്രഫിക്കൽ ഏരിയ തന്നെയാണെന്നൊന്നും അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ജസ്റ്റ് ആ UP എന്നുള്ള കണക്ഷൻ വെച്ച് ചുമ്മാ മനസ്സിലേക്കൊന്ന് വരാൻ വേണ്ടിയാണ്. ഏറ്റവും അധികം അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ യുണൈറ്റഡ് പ്രൊവിൻസ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ ആകെ എണ്ണം 207. അതിൽ 9 പേര് വനിതകളാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207, 9 പേര് വനിതകൾ. 207, 9 പേര് വനിതകൾ. അതിൽ 207 ഓർമ്മയുണ്ടെങ്കിൽ 207 അക്കങ്ങളൊന്ന് കൂട്ടിക്കുക. 2ഉം 7 കൂട്ടിയാൽ 9 കിട്ടും. 9 വനിതകൾ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207, വനിതകളുടെ എണ്ണം 9. ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരുന്ന ചിത്രത്തിൽ ഒരു ആനയുണ്ടായിരുന്നു. ഒരു ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭൂപടവും അതിനകത്തൊരു ആനയായിരുന്നു ഇതിനകത്ത് ഈ ഒരു ചിഹ്നം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചിഹ്നം അല്ലെങ്കിൽ സീലിനകത്തുള്ള സംഭവമാണ് പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സീലിനകത്ത് അല്ലെങ്കിൽ ചിഹ്നത്തിൽ ആ ബ്രിട്ടീഷ് ഇന്ത്യയുടെ മൊത്തം ഒരു ചിത്രവും പാകിസ്ഥാനൊക്കെ അടങ്ങുന്ന വലിയ ഇന്ത്യയാണ്. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് പണ്ടെപ്പോഴോ കാലത്തുണ്ടായിരുന്ന ഒരു ഇന്ത്യ. അപ്പോൾ ആ ഇന്ത്യയും അതിൻ്റെ നടുക്കൊരു ആനയും അടങ്ങുന്നതാണ് ചിത്രം സീലിലുണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭൂപടവും ആനയും.
ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൻ്റെ വേദി എവിടെയെന്ന് ചോദിക്കും. അത് പാർലമെൻറ്റ് സെൻട്രൽ ഹാളാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൻ്റെ വേദി പാർലമെൻറ്റ് സെൻട്രൽ ഹാൾ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൻ്റെ വേദി പാർലമെൻറ്റ് സെൻട്രൽ ഹാൾ. പ്രഥമ സമ്മേളനം അല്ലെങ്കിൽ പ്രഥമ സമ്മേളനം, ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷൻ വഹിച്ചത് ആരെയെന്ന് ചോദിക്കാം. അത് സച്ചിദാനന്ദ സിൻഹയാണ്. ഏറ്റവും ആദ്യത്തെ സമ്മേളനമാണല്ലോ, അപ്പോൾ ഏറ്റവും സത്യം ഉള്ള ഒരാളാണെന്ന് ഓർത്ത് സച്ചിദാനന്ദ സിൻഹയാണ് ഏറ്റവും ആദ്യത്തെ സമ്മേളനത്തിൽ അധ്യക്ഷനായത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷനായത് സച്ചിദാനന്ദ സിൻഹ. അതുപോലെ താൽക്കാലിക അധ്യക്ഷൻ ആരെ എന്നൊക്കെ ചോദിക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരെ എന്നൊക്കെ ചോദിച്ചാലും സച്ചിദാനന്ദ സിൻഹയാണ്. 1946 ഡിസംബർ 9-നാണ് അദ്ദേഹത്തെ താൽക്കാലിക അധ്യക്ഷനാക്കിയത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. താൽക്കാലിക എന്നെടുത്ത് പറയാൻ കാരണം തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയെന്ന് ഈയിടെ കൂടെ ചോദിച്ചോളൂ, തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ അധ്യക്ഷൻ ആരെന്നൊക്കെ. അപ്പോൾ അത് രാജേന്ദ്ര പ്രസാദാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. സ്ഥിരമായിട്ടിരിക്കുന്നവൻ രാജാവ് രാജേന്ദ്ര പ്രസാദ്, സ്ഥിരാധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഈ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് 46 ഡിസംബർ 11. ഡിസംബർ 9-ന് താൽക്കാലിക അധ്യക്ഷൻ, സ്ഥിരാധ്യക്ഷൻ ഡിസംബർ 11, 2 ദിവസം കഴിഞ്ഞ് ഡിസംബർ 11-ന് സ്ഥിരാധ്യക്ഷൻ. അപ്പം താൽക്കാലിക അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ സച്ചിദാനന്ദ സിൻഹ, സ്ഥിരാധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ രാജേന്ദ്ര പ്രസാദ്. രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടത് 46 ഡിസംബർ 11-ന്, സച്ചിദാനന്ദ സിൻഹ 46 ഡിസംബർ 9. ഓക്കെ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ സഭയുടെ സെക്രട്ടറി HVR അയ്യങ്കാരാണ്. HVR അയ്യങ്കാർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി HVR അയ്യങ്കാർ. അപ്പോൾ ഉപാധ്യക്ഷന്മാർ HC മുഖർജി, VT കൃഷ്ണമാചാരി, സെക്രട്ടറി HVR അയ്യങ്കാർ. എന്നൂടെ പറയാം, ഉപാധ്യക്ഷന്മാർ HC മുഖർജിയും VT കൃഷ്ണമാചാരിയും സെക്രട്ടറി HVR അയ്യങ്കാർ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയെ കുറേ പേര് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. വിമർശനങ്ങൾ ഇതൊക്കെ ആരാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ എപ്പോഴും വരുന്നുണ്ട്. അതുകൊണ്ട് ആ വിമർശനങ്ങളൊന്ന് പഠിക്കണം. ഒറ്റക്കക്ഷി രാജ്യത്തിലെ ഒറ്റക്കക്ഷി സംഘടന എന്ന് വിമർശിച്ചത് ഗ്രാൻവില്ലേ ഓസ്റ്റിനാണ്. ഒറ്റക്കക്ഷി രാജ്യത്തിലെ ഒറ്റക്കക്ഷി സംഘടന എന്ന് വിമർശിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയെ ഒറ്റക്കക്ഷി രാജ്യത്തെ ഒറ്റക്കക്ഷി സംഘടന എന്ന് വിമർശിച്ചത് ഗ്രാൻവില്ലേ ഓസ്റ്റിനാണ്. അതുപോലെ ഹിന്ദുക്കളുടെ സംഘടന എന്ന് വിമർശിച്ചത് വിസ്കൗണ്ട് സൈമൺ. ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്ത സംഘടന എന്ന് വിമർശിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്ത സംഘടന എന്ന് വിമർശിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ. 3 വിമർശനങ്ങൾ പറഞ്ഞു. ഒറ്റക്കക്ഷി രാജ്യത്തിലെ ഒറ്റക്കക്ഷി സംഘടന എന്ന് വിമർശിച്ചത് ഗ്രാൻവില്ലേ ഓസ്റ്റിൻ. ഹിന്ദുക്കളുടെ സംഘടന എന്ന് വിമർശിച്ചത് ഇന്ത്യയിലെ ഒരു വിസ്കൗണ്ട് സൈമൺ ആണ്. ഹിന്ദുക്കളുടെ സംഘടന എന്ന് വിമർശിച്ചത് വിസ്കൗണ്ട് സൈമൺ. ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്ത സംഘടന എന്ന് വിമർശിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഓക്കെ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്ന ഡേറ്റ് തന്നെ ഞാൻ എടുത്തു പറയാൻ നേരത്തെ മറന്നുപോയി. അത് 1946 ഡിസംബർ 9 ഡിസംബർ 9-ന് തന്നെയാണ് താൽക്കാലിക അധ്യക്ഷനെ നിയമിച്ചത് എന്നൊക്കെ പറഞ്ഞു. ആ ഡേറ്റ് തന്നെയാണ് പ്രഥമ സമ്മേളനം നടന്ന ഡേറ്റ് എന്നും ഓർത്തിരിക്കുക. അതുപോലെ പ്രഥമ സമ്മേളനം അവസാനിച്ചത് ഡിസംബർ 23-നാണ്. ഡിസംബർ 9-ന് തുടങ്ങിയ സമ്മേളനം അവസാനിച്ചത് ഡിസംബർ 23-നാണെന്നും അറിഞ്ഞിരിക്കുക. ഇനി മലയാളി സാന്നിധ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന മലയാളികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഈ മലയാളികളുമായി ചേർന്ന് നിൽക്കുന്ന ചോദ്യങ്ങൾ ഇപ്പോൾ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്. കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് 10th പ്രിലിംസിൻ്റെ 2022 10th പ്രിലിംസിൻ്റെ 3ാമത്തെ ഘട്ടത്തിൽ ചോദിച്ചത് ദ്രോണാചാര്യ അവാർഡ് 2021 നേടിയ മലയാളി, 4ാമത്തെ ഘട്ടത്തിൽ ചോദിച്ചത് ദ്രോണാചാര്യ അവാർഡ് ആദ്യം നേടിയ മലയാളി. അങ്ങനെ മലയാളികളുടെ പ്രധാനമായി വരുന്ന എല്ലാം നമ്മൾ പഠിക്കണം. അതുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി സാന്നിധ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇനി മലയാളികളുടെ എണ്ണം 17 പേരാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികളുടെ എണ്ണം 17 പേരാണെന്ന് അറിഞ്ഞിരിക്കുക. അതിൽ 3 പേര് വനിതകളാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളികളുടെ എണ്ണം 17, അതുപോലെ മലയാളി വനിതകളുടെ എണ്ണം 3. ആ 3 പേരുകൾ ഓർത്തിരിക്കണം. ആനി മാസ്ക്രെയിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളികൾ 17, അതിൽ വനിതകൾ 3 പേര്. ആനി മാസ്ക്രെയിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ആനി മാസ്ക്രെയിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യത്തെ SC/ST വനിതയാണ് ഈ ദാക്ഷായണി വേലായുധൻ. അതും ഒന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യ SC/ST വനിത ആര് എന്ന് ചോദിച്ചാൽ
ദാക്ഷായണി വേലായുധനാണ്. ആനി മാസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ എന്നീ 3 വനിതകളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്നത്. ടോട്ടൽ 17 മലയാളികളുണ്ട്, 3 മലയാളി വനിതകൾ. ഓക്കെ, ഇനി തിരുവിതാംകൂറിൽ നിന്ന് അംഗങ്ങളായിരുന്ന മലയാളികളാണ് പട്ടം താണുപിള്ള, ആർ ശങ്കർ, പി എസ് നടരാജപിള്ള, ആനി മാസ്ക്രൈൻ, കെ എ മുഹമ്മദ്, പി ടി ചാക്കോ. പേരുകളെല്ലാം പഠിച്ചേ പറ്റത്തുള്ളൂ. പട്ടം താണുപിള്ള, ആർ ശങ്കർ, പി എസ് നടരാജപിള്ള, ആനി മാസ്ക്രൈൻ, കെ എ മുഹമ്മദ്, പി ടി ചാക്കോ. പരീക്ഷ സിമ്പിളായാൽ ഈ പേരുകളൊന്നും ചോദിക്കത്തില്ല, പക്ഷേ കുറച്ചൊന്ന് പാടായാലും ഇതിൽ ആര് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം വന്നേക്കാം. അതുകൊണ്ട് ഓർത്തിരിക്കുക, തിരുവിതാംകൂറിൽ നിന്ന് അംഗമായിട്ടുള്ളവർ പട്ടം താണുപിള്ള, ആർ ശങ്കർ, പി എസ് നടരാജപിള്ള, ആനി മാസ്ക്രൈൻ, കെ എ മുഹമ്മദ്, പി ടി ചാക്കോ. കൊച്ചിയിൽ നിന്ന് പി ഗോവിന്ദമേനോനാണ്. കൊച്ചിയിൽ നിന്ന് അംഗമായത് പി ഗോവിന്ദമേനോനാണ്. ഇപ്പോൾ ടോട്ടൽ 7 ആയല്ലോ. തിരുവിതാംകൂറിൽ നിന്ന് പട്ടം താണുപിള്ള, ആർ ശങ്കർ, പി എസ് നടരാജപിള്ള, ആനി മാസ്ക്രൈൻ, കെ എ മുഹമ്മദ്, പി ടി ചാക്കോ. കൊച്ചിയിൽ നിന്ന് പി ഗോവിന്ദമേനോൻ. ഇനി മദ്രാസ് അഥവാ മലബാറിൽ നിന്ന് അംഗമായവർ അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, എ കെ മേനോൻ, ബി പോക്കർ സാഹിബ് ബഹദൂർ, കെ ടി എം മുഹമ്മദ് ഇബ്രാഹിം, മുഹമ്മദ് ഇസ്മയിൽ സാഹിബ്, പി കുഞ്ഞിരാമൻ, അബ്ദുൾ സത്താർ ഹാജി, കെ മാധവ് മേനോൻ എന്നിങ്ങനെ ഇത്രയും പേരാണെന്ന് അറിഞ്ഞിരിക്കുക. ഏകദേശം 8 പേരോളം ഉണ്ട്. ഇത് ഒറ്റയടിക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ കാണാതെ അങ്ങ് പഠിക്കാനൊന്നും ശ്രമിക്കേണ്ട. ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസവും ഒരു മിനിറ്റ് ഈ പേരുകളൊന്ന് വായിച്ചാൽ മതി. 10 ദിവസം അടുപ്പിച്ച് വായിച്ചാൽ സിമ്പിളായിട്ട് ഓർത്തിരിക്കും. ഒറ്റയടിക്ക് ഇപ്പോൾ തന്നെ പഠിച്ച് പോകണമെന്നൊന്നുമില്ല. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. മദ്രാസ് അല്ലെങ്കിൽ മലബാറിൽ നിന്ന് അംഗമായവർ അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, എ കെ മേനോൻ, ബി പോക്കർ സാഹിബ് ബഹദൂർ, കെ ടി എം മുഹമ്മദ് ഇബ്രാഹിം, മുഹമ്മദ് ഇസ്മയിൽ സാഹിബ്, പി കുഞ്ഞിരാമൻ, അബ്ദുൾ സത്താർ ഹാജി, കെ മാധവ് മേനോൻ. ഓക്കെ, ഇനി യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് അംഗമായവർ ജോൺ മത്തായിയാണ്. ഇപ്പോൾ മനസ്സിലായാലും യുണൈറ്റഡ് പ്രൊവിൻസ് ഇവിടെ താഴെ കിടക്കുന്ന മീൻസ് മുകളിലുള്ള UP അല്ല, ഇവിടെ താഴത്തെയാണെന്ന് മനസ്സിലായല്ലോ ഏകദേശം. അതാണ് ഞാൻ അന്നേരം പറഞ്ഞത്. ആ ജോഗ്രഫിക്കൽ ഏരിയ തന്നെയല്ല ഇപ്പം ഇതിനുള്ള പറയുന്ന യുണൈറ്റഡ് പ്രൊവിൻസ് എന്ന്, UP അല്ലെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ജോൺ മത്തായിയാണ് യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് അംഗമായത്. ടോട്ടൽ 17 പേര്. അപ്പം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, 17 പേരുടെ പേരുകൾ ഇപ്പോൾ തന്നെ ഇരുന്ന് പഠിക്കുമൊന്നും വേണ്ട. ഒരു ദിവസം ഒരു മിനിറ്റ് വായിക്കാൻ സമയം കണ്ടെത്തിയാൽ മതി. 10 ദിവസം കൊണ്ട് സിമ്പിളായിട്ട് ഓർത്തിരുന്നുള്ളൂ. 1 മിനിറ്റ് ഒന്ന് റിപ്പീറ്റഡായിട്ട് വായിച്ചാൽ മതി. അപ്പം അത്രയുമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി സാന്നിധ്യമെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇതിനെ ആദ്യമായി അഭിസംബോധന ചെയ്തത്, ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. ആദ്യമായി അഭിസംബോധന ചെയ്യുന്ന ആൾ എന്തായാലും എന്താ പറയുക, ഈശ്വര പ്രാർത്ഥനയൊക്കെ ആയിരിക്കുമല്ലോ ഏതൊരു സമ്മേളനമാണെങ്കിലും. ഈശ്വര പ്രാർത്ഥന, അപ്പം ദൈവത്തിൻ്റെ കൃപയ്ക്ക് ആണല്ലോ ഈശ്വര പ്രാർത്ഥന. അപ്പോൾ ആദ്യമായി അഭിസംബോധന ചെയ്യുന്നത് കൃപയ്ക്ക് വേണ്ടി, കൃപലാനി എന്ന് ഓർത്തിരിക്കുമല്ലോ. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഭരണഘടനാ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആരാ എന്ന് ചോദിച്ചാൽ മുഖർജിയാണ്. SN മുഖർജി. ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആരെന്ന് ചോദിച്ചാൽ HN മുഖർജിയാണെന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി, കയ്യെഴുത്തു പ്രതി എഴുതി തയ്യാറാക്കിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ പ്രേം ബിഹാരി നരൈൻ റൈസ്ത. ഈ എഴുതുന്നത് പണ്ട് കാലത്തൊക്കെ പ്രേമലേഖനമാണല്ലോ കൂടുതൽ ആൾക്കാർ ഈ പിള്ളേർക്കൊക്കെ എഴുതാൻ അറിയത്തുള്ളൂ. അപ്പോൾ എഴുതുന്നത് എപ്പോഴും പ്രേമലേഖനമാണെന്നൊക്കെ ചുമ്മാ ഓർത്തി. പ്രേമലേഖനം എഴുതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരൈൻ റൈസ്ത. ചുമ്മാ ഒരു സെൻറ്റൻസ് വാരലായിട്ട് ഓർക്കുക, എന്ത് അറിയാൻ മേലാത്ത പോയിന്റ് ആണെങ്കിലും. അപ്പോൾ നമ്മളത് എവിടെയെങ്കിലും ഓർത്തിരിക്കും പരീക്ഷാ സമയത്ത് ചോദിക്കുമ്പോൾ. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി പ്രേം ബിഹാരി നരൈൻ റൈസ്ത. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി പ്രേം ബിഹാരി നരൈൻ റൈസ്ത. ഇതിൻ്റെ ഹിന്ദി കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണനാണ്. ഭരണഘടനയുടെ ഹിന്ദി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണൻ. ഓക്കെ, ഇനി ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ നക്കൽ തയ്യാറാക്കിയത് BN റാവു ആണ്. BN റാവു. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്നത് ആരെന്ന് ചോദിച്ചാലും BN റാവു തന്നെയാണ് ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത്, ഉപദേശകനായിരുന്നത്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനും BN റാവു ആണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ. ഡ്രാഫ്റ്റ് തയ്യാറാക്കി, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് ആദ്യമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യക്കാരൻ, ഇതൊക്കെ BN റാവു ആണ്. അതുപോലെ തന്നെ മ്യാൻമാറിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയിലും ഉപദേശകനായിരുന്നത് ഈ BN റാവു തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യയുടെ ഉപദേശകൻ, മ്യാൻമാറിൻ്റെ ഉപദേശകനായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ BN റാവു ഡ്രാഫ്റ്റ് തയ്യാറാക്കി, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ. അതുപോലെ തന്നെ മ്യാൻമാറിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയിലും ഉപദേശകനായിരുന്ന ഇന്ത്യക്കാരൻ BN റാവു ആണ്. ഓക്കെ, അതിൻ്റെ ആമുഖം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. പ്രിയാമ്പിൾ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. എപ്പോഴും BSc ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സിമ്പിൾ ചോദ്യമാണ്. ഭരണഘടനാ
ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. അതുപോലെ കവർ പേജ്, ലേഔട്ട് എന്നിവ തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ്. ഭരണഘടനയുടെ കവർ പേജ്, ലേഔട്ട് എന്നിവ തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചാൽ നന്ദലാൽ ബോസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഭരണഘടനയുടെ കവർ പേജ്, ലേഔട്ട് എന്നിവ തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ്. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ ആരൊക്കെ എന്നറിഞ്ഞിരിക്കണം. ഫ്രാങ്ക് ആൻ്റണി, എസ്.എച്ച്. പ്രാറ്റർ, എം.വി.എൻ. കോളിൻസ്. ഫ്രാങ്ക് ആൻ്റണി, എസ്.എച്ച്. പ്രാറ്റർ, എം.വി.എൻ. കോളിൻസ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളാണ് ഫ്രാങ്ക് ആൻ്റണി, എസ്.എച്ച്. പ്രാറ്റർ, എം.വി.എൻ. കോളിൻസ്. ഫ്രാങ്ക് ആൻ്റണി, എസ്.എച്ച്. പ്രാറ്റർ, എം.വി.എൻ. കോളിൻസ്. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പാഴ്സി പ്രതിനിധികളാണ് എച്ച്.പി. മോദി, ആർ.കെ. സിദ്വ, എം.ആർ. മസാനി. എച്ച്.പി. മോദി, ആർ.കെ. സിദ്വ, എം.ആർ. മസാനി എന്നിവ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പാഴ്സി പ്രതിനിധികളാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഗൂർഖ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധി ദാംബർ സിംഗ് ഗുരുങ് ആണ്. ദാംബർ സിംഗ് ഗുരുങ് ആണ്. ഒരുപാട് പേരുകൾ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് ചിലവഴിച്ച് ഡെയിലി കേട്ട് നോക്കിയാൽ മതി. ഒറ്റയടിക്ക് പഠിക്കാൻ നിൽക്കേണ്ട. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ ഫ്രാങ്ക് ആൻ്റണി, എസ്.എച്ച്. പ്രാറ്റർ, എം.വി.ആർ. കോളിൻസ്. അതുപോലെ പാഴ്സി പ്രതിനിധികൾ എച്ച്.പി. മോദി, ആർ.കെ. സിദ്വ, എം.ആർ. മസാനി. ഇനി ഗൂർഖ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധി ഞാൻ പറഞ്ഞു ദാംബർ സിംഗ് ഗുരുങ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത് എപ്പോഴെന്ന് ചോദിച്ചാൽ അതൊക്കെ ചോദിക്കാം. 1947 ഓഗസ്റ്റ് 14. അതുപോലെ ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് എന്നതെന്ന് ചോദിച്ചാൽ 47 നവംബർ 17 ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് 1947 നവംബർ 17. 1947 നവംബർ 17 ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത്. ഒന്നുകൂടെ പറയാം, ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് 1947 നവംബർ 17. ഈ സമ്മേളനത്തിൽ വെച്ചാണ് ജി.വി. മാവലങ്കാറിനെ സ്പീക്കറായി തിരഞ്ഞെടുത്തത്. ഈ സമ്മേളനത്തിൽ വെച്ചാണ് ജി.വി. മാവലങ്കാറിനെ സ്പീക്കറായി തിരഞ്ഞെടുത്തതെന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി 24. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചതും ഈ അവസാന സമ്മേളനം നടന്ന ദിവസം ജനുവരി 24 1950 ജനുവരി 24 തന്നെയാണെന്ന് അറിഞ്ഞിരിക്കാം. 3 ഡേറ്റുകൾ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 49 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 49 നവംബർ 26. അവസാന സമ്മേളനം ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി 24. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി 24 തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിക്കാം. അത് 284. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന് ചോദിക്കാം. അത് 1950 ജനുവരി 26. 2 ഡേറ്റുകൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26. ഇനി നിലവിൽ വന്നത് 1950 ജനുവരി 26. സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26. നിലവിൽ വന്നത് 1950 ജനുവരി 26. റിപ്പബ്ലിക് ആയ ഡേറ്റ് തന്നെയാണ് ഭരണഘടന നിലവിൽ വന്നത്. അതുപോലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ജനുവരി 26 എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 1946 നവംബർ 26 പറഞ്ഞു. 1946 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത്. ആ ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കുക, നവംബർ 26. ഈ ഡേറ്റിലാണല്ലോ സ്വീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ദേശീയ നിയമദിനമായി ആഘോഷിച്ചിരുന്നത് നവംബർ 26 അതുപോലെ തന്നെ ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നതും നവംബർ 26 ഓർത്തിരിക്കുക. ദേശീയ നിയമ ദിനമായി ആഘോഷിച്ചിരുന്നത് അതുപോലെ ഭരണഘടനാ ദിനമായി ആഘോഷിച്ചിരുന്നത് എന്നൊക്കെ ചോദിച്ചാലും നവംബർ 26. എല്ലാവരും ആ റിപ്പബ്ലിക് ദിനത്തിലേക്കൊക്കെ പോകും. റിപ്പബ്ലിക് ദിനം അല്ല, നവംബർ 26 നിയമദിനം അതുപോലെ ഭരണഘടനാ ദിനം എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം. ദേശീയ നിയമദിനമായി ആഘോഷിച്ചിരുന്നത് നവംബർ 26, ദേശീയ ഭരണഘടനാ ദിനമായി ആഘോഷിച്ചിരുന്നതും നവംബർ 26 അറിഞ്ഞിരിക്കുക. ഇനി ഭരണഘടന തയ്യാറാക്കാനെടുത്ത സമയം എത്ര എന്ന് ചോദിക്കാം. നവംബർ 26
ഇത് സ്വീകരിക്കപ്പെട്ടത് നവംബർ 26. നവംബർ എന്നുള്ള മാസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? നവംബർ എത്രാമത്തെ മാസമാണ്? 11ാമത്തെ മാസമാണ്. സോ ആ സ്വീകരിക്കപ്പെട്ട സമയത്തിൽ ഒരു 11 മാസം ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഈ 11 മാസത്തിലെ 11ലെ അക്കങ്ങളായ 2 1 അങ്ങ് കൂട്ടിയാൽ എന്ത് വരും? 2 വർഷം 11 മാസം അതുപോലെ 18 ദിവസം. ഭരണഘടന തയ്യാറാക്കാനെടുത്ത സമയമെന്ന് പറയുന്നത് 2 വർഷം 11 മാസം 18 ദിവസം. 2 വർഷം 11 മാസം 18 ദിവസം. ഓക്കെ, ഇനി ഇന്ത്യൻ ഭരണഘടന നിർമ്മാണത്തിന് 64 ലക്ഷം രൂപയാണ് ചിലവായത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണത്തിന് ചിലവായ തുക എത്ര എന്ന് ചോദിച്ചാൽ 64 ലക്ഷം. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണത്തിന് ചിലവായത് 64 ലക്ഷം രൂപയാണ്. 2 വർഷം 11 മാസം 18 ദിവസം എടുത്താണ് തയ്യാറാക്കിയത്. 64 ലക്ഷം രൂപയാണ് ഇതിന് ചിലവായത്. ഇനി മൊത്തം 11 സെക്ഷനുകളിലായി, സെഷൻ മൊത്തം ടോട്ടൽ 11 സെഷൻ ഇവർ കൂടി, ഭരണഘടനാ നിർമ്മാണ സഭ 11 സെഷൻ കൂടി. അപ്പോൾ ആകെ സമ്മേളിച്ച ദിവസങ്ങളുടെ എണ്ണം ചോദിക്കാം. അത് 165 ദിവസമാണ്. മൊത്തം 11 സെഷനുകളാണ് ഇവർ സമ്മേളിച്ചത്, ഭരണഘടനാ നിർമ്മാണ സഭ. അപ്പോൾ അതിലാകെ സമ്മേളിച്ച ദിവസങ്ങൾ 165 ദിവസം. ഇതിൽ 114 ദിവസം ഈ ഭരണഘടന ഡ്രാഫ്റ്റ് തയ്യാറാക്കാനായി വിനിയോഗിച്ചതാണ്. അപ്പോൾ 165 ദിവസമാണ് സമ്മേളിച്ചത്. മൊത്തം 11 സെഷൻ ഭരണഘടനാ നിർമ്മാണ സഭ സമ്മേളിച്ചു. അതിലെ ആകെ ദിവസങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 165 ദിവസം. അതിൽ 114 ദിവസം ഇതിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കാനായിട്ടാണ് വിനിയോഗിച്ചതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എത്ര അനുച്ഛേദങ്ങൾ, ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കാം. നിലവിൽ വരുന്ന സമയത്ത് 395 അനുച്ഛേദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 395 അനുച്ഛേദങ്ങൾ, 395. ഇപ്പം 470 മുകളിൽ ഉണ്ട് അനുച്ഛേദങ്ങൾ. 395 ഭരണഘടന നിലവിൽ വരുമ്പോഴുള്ള അനുച്ഛേദങ്ങൾ. അതുപോലെ 8 പട്ടികകൾ, 22 ഭാഗങ്ങൾ, 8 ഷെഡ്യൂള്, അതുപോലെ 22 പാർട്സ്. 395 അനുച്ഛേദം, 8 പട്ടിക, 22 ഭാഗം. ഇത്രയുമാണ് ഭരണഘടന നിലവിൽ വന്ന സമയത്തുണ്ടായിരുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. 395 ആർട്ടിക്കിൾ, 8 പട്ടിക, പട്ടിക 8, ആ വാക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാലോ. കണക്ട് ചെയ്യുമല്ലോ. പട്ടിക 8 പട്ടിക, 395 ആർട്ടിക്കിൾ, അതുപോലെ 22 ഭാഗങ്ങൾ. ഓർത്തിരിക്കുക, 22 ഭാഗങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഏകദേശം ആർട്ടിക്കിൾ ഞാൻ കറക്റ്റ് പറയുന്നില്ല. 12 പട്ടികയും 25 ഭാഗങ്ങളും 470 മുകളിൽ ആർട്ടിക്കിൾസും ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ 12 പട്ടികയാണ്, അതുപോലെ 25 ഭാഗങ്ങളും. ആദ്യം എത്ര പട്ടികയാണ്? 8 പട്ടിക, ഇപ്പോൾ 12 പട്ടിക. ഓക്കെ, ആദ്യം 8, ഇപ്പോൾ 12. അതുപോലെ ഭാഗം ആദ്യം 22, ഇപ്പോൾ 25. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ, കുറച്ച് പോയിന്റുകളുണ്ട്, സവിശേഷതകൾ. ഇത് അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ലിഖിത ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, പാർലമെൻ്ററി ഭരണ സമ്പ്രദായം, മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, സംയുക്ത ഭരണവ്യവസ്ഥ, നിയമവാഴ്ച, ഏക പൗരത്വം. ഇന്ത്യ ഭരണഘടന നൽകുന്ന കുറച്ച് സവിശേഷതകളാണ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അല്ലാതെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ലിഖിത ഭരണഘടനയാണ്, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, പാർലമെൻ്ററി ഭരണ സമ്പ്രദായം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, സംയുക്ത ഭരണവ്യവസ്ഥ, നിയമവാഴ്ച, ഏക പൗരത്വം. ഒന്നുകൂടെ പറയാം, ലിഖിത ഭരണഘടനയാണ്, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, പാർലമെൻ്ററി ഭരണ സമ്പ്രദായം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, സംയുക്ത ഭരണവ്യവസ്ഥ, നിയമവാഴ്ച, ഏക പൗരത്വം. ഇതൊന്നും കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. എന്താണെന്ന് നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ഒരു ഐഡിയ ഉണ്ടായാൽ മാത്രം മതി. ലിഖിത ഭരണഘടനയാണെന്ന് നമുക്കറിയാം. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, സിനിമയിലും പത്രങ്ങളിലും ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ വായിക്കുന്നതാണ്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, പാർലമെൻ്ററി ഭരണ സമ്പ്രദായം, പാർലമെൻ്ററി ഭരണ സമ്പ്രദായം, മൗലിക അവകാശങ്ങൾ, അതുപോലെ മൗലിക കർത്തവ്യങ്ങൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, നിർദ്ദേശക തത്വങ്ങൾ, അതുപോലെ സംയുക്ത ഭരണവ്യവസ്ഥ, നിയമവാഴ്ച അഥവാ റൂൾ ഓഫ് ലോ, ഏക പൗരത്വം. ഇതൊക്കെ ഭരണഘടനയുടെ സവിശേഷതകളാണെന്ന് അറിഞ്ഞിരിക്കുക. ഒരു പോയിന്റ് പറയാം, പ്രധാനപ്പെട്ടതാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തൻ്റെ അവസാന പ്രസംഗത്തിൽ BR അംബേദ്കർ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ വാക്കുകളെയാണ്. യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ച വാക്കുകൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തൻ്റെ അവസാന പ്രസംഗത്തിൽ BR അംബേദ്കർ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ച വാക്കുകൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. എന്നോട് പറയാം, ഭരണഘടനാ നിർമ്മാണ സഭയിലെ തൻ്റെ അവസാന പ്രസംഗത്തിൽ BR അംബേദ്കർ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ച വാക്കുകൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഓക്കെ,
അടുത്തത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഭരണഘടനയുടെ ഒരു കരട് രൂപം സമർപ്പിക്കുന്നതിനൊക്കെ വേണ്ടി രൂപീകരിച്ച സംഭവമാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. വളരെയധികം പ്രധാനപ്പെട്ട കമ്മിറ്റികളിൽ ഒന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഓക്കെ, ഇത് നിയമിക്കപ്പെട്ട വർഷം തീയതി എന്ന് പറയുന്നത് 1947 ഓഗസ്റ്റ് 29-നാണ്. 47 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ടത്. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 47 ഓഗസ്റ്റ് 29, 1947 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ടത്. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം ചോദിക്കാം. അത് 7 പേരാണ്. 7 പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങൾ. 7 പേരുടെയും പേര് പഠിക്കണം, അത് ഞാൻ പറയാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം 7 ആണെന്ന് ഓർത്തിരിക്കുക. ഇതിൻ്റെ ചെയർമാൻ ആരായിരിക്കും? ഡ്രാഫ്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും മുകളിൽ ആരായിരിക്കണം? ബി.ആർ. അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ബി.ആർ. അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. മൊത്തം 7 പേര്. ഓക്കെ, ഇനി ഭരണഘടനയുടെ ഏറ്റവും ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് 1948 ഫെബ്രുവരിയിലാണ്. ഒരു കഥ പോലെ ഞാൻ കേട്ടിരിക്കുക. ആദ്യത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ഏകദേശം 1948 ഫെബ്രുവരി മാസമൊക്കെ ആയപ്പോഴാണ്. തുടർന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും അതുപോലെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ അറിയിക്കുന്നതിന് വേണ്ടി 8 മാസം സമയം നൽകി. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഡ്രാഫ്റ്റിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അറിയിക്കുന്നതിന് വേണ്ടി 8 മാസം സമയം നൽകി. അതേ തുടർന്ന് പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അനുസരിച്ച് പരിഷ്കരിച്ച 2ാം ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചത് 1948 ഒക്ടോബർ മാസത്തിലാണ്. അപ്പോൾ ആദ്യത്തെ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചത് 1948 ഫെബ്രുവരി മാസത്തിലാണ്. പിന്നെ ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കേൾക്കാൻ വേണ്ടി ഒരു 8 മാസം കൂടെ അങ്ങ് സമയം നൽകി. 8 മാസം സമയം നൽകിയതിന് ശേഷം 2ാമത്തെ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചത് 1948 ഒക്ടോബർ മാസത്തിൽ. ഓക്കെ, ഇതിനുശേഷം ഏറ്റവും അവസാന ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചത് 1948 നവംബർ 4-നാണ്. ഫസ്റ്റ് റീഡിങ് എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. 1948 നവംബർ 4-നാണ് ഫസ്റ്റ് റീഡിങ്. അതുപോലെ സെക്കൻഡ് റീഡിങ്, ഇന്ത്യൻ ഭരണഘടനയുടെ സെക്കൻഡ് റീഡിങ് 1949 ഒക്ടോബർ 17-ന് പൂർത്തിയായി. മൂന്നാമത്തേതും അവസാനത്തേതുമായ റീഡിംഗ് 1949 നവംബർ 14-ന് തുടങ്ങി 26-ന് അവസാനിച്ചു. 26-നാണല്ലോ നമ്മുടെ നിയമദിനം കാര്യങ്ങളൊക്കെ. അപ്പോൾ നവംബർ 26-ന് അവസാനിച്ചു എന്ന് ഓർക്കാം. അതുപോലെ നവംബർ 14-നാണ് തുടങ്ങിയത് നമ്മുടെ ശിശുദിനം, ജവഹർലാൽ നെഹ്റുവിൻ്റെ ബർത്ത്ഡേ ആയ ശിശുദിനത്തിന് തുടങ്ങി. മൂന്നാമത്തെയും അവസാനത്തെയും ഡ്രാഫ്റ്റ് റീഡിംഗ് അല്ലെങ്കിൽ മൂന്നാമത്തെയും അവസാനത്തെയുമായ റീഡിംഗ് 49 നവംബർ 14-ന് തുടങ്ങി നവംബർ 26-ന് അവസാനിച്ചു. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് നസറുദ്ദീൻ അഹമ്മദാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് നസറുദ്ദീൻ അഹമ്മദാണെന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 പേരാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. ആ 7 പേരുകളും പഠിക്കണം എന്ന് പറഞ്ഞല്ലോ. അതാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യത്തെ പേര് നമുക്ക് എന്തായാലും പറയാം, നമ്മുടെ ചെയർമാൻ ബി.ആർ. അംബേദ്കർ ആണ് ഒന്നാമത്തെ വ്യക്തി. ഓക്കെ, അടുത്തത് കെ.എം. മുൻഷിയാണ്. ബി.ആർ. അംബേദ്കറാണ് ഏറ്റവും മുന്നിലിരിക്കുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഏറ്റവും മുന്നിലിരിക്കുന്ന അംബേദ്കറാണെന്ന് പറഞ്ഞാൽ മുൻഷി, ആ പേരിൽ നിന്ന് തന്നെ മുൻഷിയിലേക്ക് എത്താമല്ലോ. കെ.എം. മുൻഷി രണ്ടാമത്തെ വ്യക്തി. കെ.എം. മുൻഷി മുഹമ്മദ്, ആ മൂവിൽ നിന്ന് മുഹമ്മദ് എന്ന അടുത്ത പേരിലേക്ക് എത്താമല്ലോ. മുഹമ്മദ് സാദുള്ള മൂന്നാമത്തെ വ്യക്തി. മുഹമ്മദ് സാദുള്ള അല്ല എന്നൊക്കെ പറയാമല്ലോ. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. നാലാമത്തെ വ്യക്തി അല്ലാടി കൃഷ്ണസ്വാമി അയ്യറിൽ നിന്ന് അയ്യങ്കാറിലേക്ക് എത്തല്ലോ. അഞ്ചാമത്തെ വ്യക്തി എൻ ഗോപാലസ്വാമി അയ്യങ്കാറാണ് അഞ്ചാമത്തെ വ്യക്തി. എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. മഴക്കാറൊക്കെ വരുമ്പം അയ്യോ ഭയങ്കര ചൂട്. മഴക്കാർ വരുമ്പോൾ നമുക്ക് ഭയങ്കര ചൂടല്ലേ. ഈ വെയിലിനെ കഴിഞ്ഞും ചൂടാണ്. ഒരു വല്ലാത്ത അവസ്ഥയാണ് ഈ മഴക്കാർ മാത്രം വന്നിട്ട് മഴ പെയ്യാതെ നിൽക്കുമ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പം ഖെയ്ത്താൻ്റെ ഫാനിട്ട് നമ്മളിങ്ങനെ വീശുമെന്ന് ഓർത്തേ. ഡി പി ഖെയ്ത്താനാണ് ആറാമത്തെ വ്യക്തി. ആറാമത്തെ വ്യക്തി. ഏഴാമത്തെ വ്യക്തി ബി.എൽ. മിത്തർ. അപ്പോൾ ആരൊക്കെയാണ്? ബി.ആർ. അംബേദ്കർ മുന്നിൽ, മുൻഷി, കെ.എം. മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ, എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. മഴക്കാറ് വീശും, ഖെയ്ത്താൻ ഫാനിൻ്റെ ചോട്ടിയിരുന്ന് ആവി കളയും ഖെയ്ത്താൻ. ഡി പി ഖെയ്ത്താൻ, ബി.എൽ. മിത്ര. ഇത്രയും പേരാണ് 7 പേര്. ഒന്നുകൂടെ പറയാം. ബി.ആർ. അംബേദ്കർ, കെ.എം. മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, എൻ ഗോപാലസ്വാമി അയ്യങ്കാർ, ഡി പി ഖെയ്ത്താൻ, ബി.എൽ. മിത്തർ. ഓക്കെ, ഈ ഖെയ്ത്താന് പകരമായി ടി കൃഷ്ണമാചാരിയും മിത്തറിന് പകരമായി എൻ മാധവറാവുവിനെയും പിന്നീട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായി. 2 പേര്. ഖെയ്ത്താൻ മാറി കൃഷ്ണമാചാരി, അതുപോലെ ബി.എൽ. മിത്തർ മാറി. അവിടെ വന്ന ആരാണ്? എൻ മാധവറാവു. കൃഷ്ണമാചാരിയും മാധവറാവും വന്നു. ഖെയ്ത്താൻ മാറിയാണ് കൃഷ്ണമാചാരി വന്നത്. മാധവറാവു വന്നത് മിത്തർ മാറിയാണ്. മിത്തർ മാറി മാധവറാവു. 2 മായാണല്ലോ. അപ്പോൾ ആ രീതിയിൽ ഓർത്തിരിക്കുക. ഓക്കെ,
ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. പലപ്പോഴും PSC പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് ഒരു കമ്മിറ്റിയുടെ പേര് തന്നിട്ട് ഇതിൻ്റെ ചെയർമാൻ ആര് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ. അതുപോലെ ചെയർമാൻ്റെ പേര് തന്നിട്ട് ഏത് കമ്മിറ്റിയുടെ ആയിരുന്നു ഇദ്ദേഹം ചെയർമാൻ ആയിരുന്നത് എന്നൊക്കെയുള്ള ചോദ്യം ഒരുപക്ഷെ വന്നേക്കാം, സ്റ്റേറ്റ്മെൻറ്റ് രൂപേണയൊക്കെ. അതുകൊണ്ട് ഈ കമ്മിറ്റികളും ചെയർമാന്മാരും നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. 8 മേജർ കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. 8 മേജർ കമ്മിറ്റികളും പിന്നെ കുറച്ച് മൈനർ കമ്മിറ്റികളും ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 22ഓളം കമ്മിറ്റികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ചെയർമാന്മാരുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ മേജർ കമ്മിറ്റികളും അവയുടെ ചെയർമാന്മാരുടെയും കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഏറ്റവും ആദ്യം നമ്മൾ നേരത്തെ പഠിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി തന്നെ. അതിൻ്റെ ചെയർമാൻ ആരാണ്? BR അംബേദ്കർ. ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്തത് ആദ്യം മനസ്സിൽ വരുന്ന പേര് അംബേദ്കറിന് തന്നെയാണല്ലോ. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഓക്കെ, നമ്മുടെ ഇന്ത്യ എന്ന ഈ ഒരു മഹാരാജ്യം രൂപീകരിക്കപ്പെട്ടപ്പോൾ വേറിട്ട് നിന്നിരുന്ന പല നാട്ടുരാജ്യങ്ങളും അതുപോലെ സ്ഥലങ്ങളുമൊക്കെ ചേർത്ത് വെച്ച് ഒരു യൂണിയനാക്കി ഒരു വലിയ രാജ്യമായി 47 രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ആദ്യ പ്രധാനമന്ത്രിയായിട്ടുള്ള മൊത്തം ഭരിക്കാനുള്ള പവർ ലഭിച്ചത് ആർക്കാണ്? ജവഹർലാൽ നെഹ്റുവിനല്ലേ. ആ ഒരു സംഭവം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇന്ത്യ എന്ന മഹാരാജ്യം ഇങ്ങനെ വിവിധ സ്ഥലങ്ങളെല്ലാം രൂപീകരിച്ച് മീൻസ് കോർത്തിണക്കി ഒരു രാജ്യമായി കൊണ്ടുവന്നപ്പോൾ, ഒരു യൂണിയനായിട്ട് കൊണ്ടുവന്നപ്പോൾ അതിനെല്ലാം ഭരിക്കാനുള്ള പ്രധാനമന്ത്രിയായിട്ടുള്ള പവർ ലഭിച്ചത് ജവഹർലാൽ നെഹ്റുവിനാണെന്ന് ഞാൻ പറഞ്ഞൊരു ആശയം മനസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, ഒരുപാട് സ്റ്റേറ്റ്സ് ഒരുമിച്ച് ചേർത്തു, സ്റ്റേറ്റ്സ് കമ്മിറ്റി, പിന്നെ യൂണിയനാക്കി, യൂണിയനെ എല്ലാം ഭരിക്കാനുള്ള പവർ, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, അതുപോലെ യൂണിയൻ വെച്ച് വേറൊരു പേര് യൂണിയനാക്കി എന്ന് പറഞ്ഞല്ലോ, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഈ മൂന്നിൻ്റെയും ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. സ്റ്റേറ്റ്സ് കമ്മിറ്റി, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, 3 കമ്മിറ്റികൾ ജവഹർലാൽ നെഹ്റു ചെയർമാനായിട്ടുള്ളതുണ്ട്. സ്റ്റേറ്റ്സ് കമ്മിറ്റി, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഓക്കെ, ഇനി പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റി ഉണ്ട്. അതിൻ്റെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആണെങ്കിൽ ജവഹർലാൽ നെഹ്റു, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആണെങ്കിൽ പട്ടേൽ. ഓക്കെ, ഇനി മറ്റൊരു കമ്മിറ്റിയും കൂടി ഉണ്ട്, അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ്, ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂസ്ഡ് ഏരിയാസ്. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ്, ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂസ്ഡ് ഏരിയാസ്. ഈ രാജ്യം ആകുന്ന സമയത്ത് ഒത്തിരി പേരൊക്കെ വേറിട്ട് നിന്നല്ലോ. അപ്പോൾ ഇവരെ എല്ലാം അഡ്വൈസ് ചെയ്ത് നമ്മുടെ രാജ്യത്തോട് ചേർത്ത് വെക്കാൻ വലിയൊരു പങ്ക് വഹിച്ച വ്യക്തിയാണ് പട്ടേൽ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. സർദാർ പട്ടേൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലാതെ തന്നെ. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം രൂപീകരിക്കുമ്പോൾ വിവിധ നാട്ടുരാജ്യങ്ങളായിട്ട് നിന്ന് രാജ്യത്തെ ഏകോപിപ്പിക്കാൻ സർദാർ പട്ടേൽ വഹിച്ച പങ്കൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സംഭവം മനസ്സിലുണ്ടെങ്കിൽ ഇതൊന്ന് കണക്ട് ചെയ്ത് പോയിന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, അഡ്വൈസറി കമ്മിറ്റി അഡ്വൈസ് ചെയ്തു വിവിധ മൈനോറിറ്റീസിനോടും ട്രൈബൽ ആൾക്കാരോടും, അവർക്കൊക്കെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് അഡ്വൈസ് ചെയ്ത് അങ്ങനെ ചെയ്തത് പട്ടേലാണെന്ന് ഓർത്താൽ ഈ ഒരു പോയിൻ്റ് അങ്ങ് ഓർക്കാമല്ലോ. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ്, ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂസ്ഡ് ഏരിയാസ്. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ്, ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂസ്ഡ് ഏരിയാസ്, സർദാർ വല്ലഭായ് പട്ടേൽസ്. ഓക്കെ, പട്ടേൽ. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ട്. അതിൻ്റെ ചെയർമാൻ JB കൃപലാനിയാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കമ്മിറ്റി JB കൃപലാനി. മൈനോറിറ്റി സബ് കമ്മിറ്റി HC മുഖർജി. അതുപോലെ ഇത് കുറച്ച് സബ് കമ്മിറ്റികളാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കമ്മിറ്റി JB കൃപലാനി, മൈനോറിറ്റീസ് കമ്മിറ്റി HC മുഖർജി. മൈനോറിറ്റീസ് മായിലാണല്ലോ തുടങ്ങുന്നത്, മുഖർജി മായിലാണ് തുടങ്ങുന്നത്. മൈനോറിറ്റീസ് സബ് കമ്മിറ്റി HC മുഖർജി. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി JB കൃപലാനി. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റിയാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി JB കൃപലാനി, മൈനോറിറ്റി സബ് കമ്മിറ്റി HC മുഖർജി. ഓക്കെ, നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് ആസാം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ഗോപിനാഥ് ബർദോളി. നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് ആസാം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് സബ് കമ്മിറ്റി. അതിൻ്റെ ചെയർമാനാണ് ഗോപിനാഥ് ബർദോളി. നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയാസ്, ആസാം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ഗോപിനാഥ് ബർദോളി. പിന്നെ ഒരു എക്സ്ക്ലൂഡഡ് വരുന്ന ഒരു കമ്മിറ്റി കൂടെ ഉണ്ട്, എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് സബ് കമ്മിറ്റി, ആസാം ഒഴികെയുള്ളത് എന്ന് പറഞ്ഞുള്ളൊരു കമ്മിറ്റിയാണ്. അതിൻ്റെ ചെയർമാൻ AV താക്കറാണ്. ഇതൊന്നും അങ്ങനെ ചോദിക്കാറില്ല, മെയിൻ കമ്മിറ്റികളാണ് ചോദിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ AV താക്കർ. പിന്നെ വേറെ 2 കമ്മിറ്റികളൂടെയുണ്ട്, അതിൻ്റെ കോഡ് ഞാൻ പറയാം. പ്രധാനപ്പെട്ടതാണ് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയും സ്റ്റിയറിംഗ് കമ്മിറ്റിയും. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണല്ലോ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ രാജേന്ദ്ര പ്രസാദ് ഒപ്പുവെച്ചാലല്ലേ ഒരു നിയമം ഉണ്ടാകത്തുള്ളൂ. ആദ്യമായിട്ട് നിയമം ഉണ്ടാകണമെങ്കിൽ പ്രസിഡന്റ് ഒപ്പ് വെക്കണമല്ലോ.
അപ്പം ഒരു റൂള് വരണമെങ്കിൽ പ്രസിഡന്റ് ഒപ്പുവെക്കണം എന്നുള്ള സംഭവമൊക്കെ ഓർത്താൽ റൂൾസ് ഓഫ് പ്രൊസീജിയർ, അതിൻ്റെ പ്രൊസീജിയർ രാജേന്ദ്ര പ്രസാദ് ഒപ്പുവെക്കണം എന്ന് ഓർത്തേ. അപ്പോൾ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാൻ രാജേന്ദ്ര പ്രസാദ് ആണെന്ന് ഓർത്തിരിക്കാമല്ലോ. പിന്നെ ഏറ്റവും ആദ്യത്തെ പ്രസിഡന്റാണ് ഇന്ത്യയുടെ ആദ്യത്തെ സ്റ്റിയറിംഗ് പിടിച്ചതെന്ന് ഓർത്താൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്ന് ഓർത്തിരിക്കാം. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റും രാജേന്ദ്ര പ്രസാദാണ്. ഓക്കെ, ഇത്രയുമാണ് മേജർ കമ്മിറ്റികൾ. ഇനി മൈനർ കമ്മിറ്റികളും അവയുടെ ചെയർമാൻമാരും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അങ്ങനെ മൈനർ കമ്മിറ്റി അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും നമ്മൾ പരീക്ഷ ചോദിച്ചാൽ എഴുതണ്ടേ, അപ്പോൾ അതുകൊണ്ട് സ്പീഡിൽ പറഞ്ഞു പോവാണ്. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ചെയർമാൻ രാജേന്ദ്ര പ്രസാദ്. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ്. അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് രാജേന്ദ്ര പ്രസാദ്. അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് രാജേന്ദ്ര പ്രസാദ്. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി, അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് രണ്ടും രാജേന്ദ്ര പ്രസാദാണ്. ക്രെഡൻഷ്യൽസ് കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ക്രെഡൻഷ്യൽസ് കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. സീതയെ ഒരുപാട് കാലം രാവണൻ ഒരു ഹൗസിൽ അടച്ചിട്ടെന്നൊക്കെ ഓർത്ത്. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി KM മുൻഷി. ബിസിനസ്സിൽ ഭയങ്കര അഗ്രഹണ്യനായ ഒരു മുൻഷിയായിട്ടുള്ള വ്യക്തിക്ക് നല്ല രീതിയിൽ ബിസിനസ് നടത്താൻ പറ്റുമെന്ന് ഓർത്ത് ബിസിനസ് മുൻഷി. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി KM മുൻഷി. അഡ്ഹോക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് S വരദാചാരി. അഡ്ഹോക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് S വരദാചാരി. നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം മറ്റ് ഇപ്പോൾ എല്ലാവരും ഓർക്കും കാനഡ അമേരിക്ക ഒക്കെ കിട്ടാനാണ് പാടെന്ന്. ശരിക്കും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടാനാണ് പാടെന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. അപ്പം ആ രീതിയിൽ സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിൽ ഒരു വരം പോലെയാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്നതെന്ന് ഓർത്താൽ വരം വരദാചാരി. അഡ്ഹോക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് വരദാചാരി. ഓക്കെ, അഡ്ഹോക് കമ്മിറ്റി ഓൺ ദ സുപ്രീം കോർട്ട്. അഡ്ഹോക് കമ്മിറ്റി ഓൺ സുപ്രീം കോർട്ട് ചോദിച്ചാലും S വരദാചാരിയാണ്. അഡ്ഹോക് കമ്മിറ്റി ഓൺ ദ സുപ്രീം കോർട്ട് S വരദാചാരി. അതുപോലെ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മിറ്റി അത് SK ദറാണ്. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റി SK ദർ. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റി SK ദർ. കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് പട്ടാഭി സീതാരാമയ്യ. കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് പട്ടാഭി സീതാരാമയ്യ. പ്രസ് ഗാലറി കമ്മിറ്റി ഉഷാനാഥ് സെൻ ആണ്. പ്രസ് ഗാലറി കമ്മിറ്റി ഉഷാനാഥ് സെൻ. കമ്മിറ്റി ഓൺ ദ ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി GV മാവലങ്കാറാണ്. കമ്മിറ്റി ഓൺ ദ ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി GV മാവലങ്കാർ. ഒറ്റ ഒരെണ്ണോടെ ഉള്ളൂ. സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാമിൻ ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാമിൻ ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയാമ്പിൾ. ഈ ആമുഖം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടുമല്ലോ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ ആമുഖം എന്ന് പറഞ്ഞാൽ ഒരു നോവലാണെങ്കിൽ ആ നോവലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്, അതുപോലെ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്, അങ്ങനെയൊക്കെയുള്ള ആ ബുക്കിൻ്റെ ഒരു ഏകദേശ രൂപരേഖ കുറച്ച് വാചകങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ ആമുഖം എന്ന് പറയുന്നത്, അല്ലേ? അതുപോലെ തന്നെ ഈ ഭരണഘടനയുടെ ആമുഖം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ഈ ഭരണഘടനയിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്, ഈ ഒരു ഭരണഘടനയുടെ അല്ലെങ്കിൽ ഈ ഒരു ബുക്കിൻ്റെ സത്ത് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഭരണഘടനയിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ബേസിക് ഇൻട്രൊഡക്ഷനാണ് ഈ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആമുഖവുമായി ബന്ധപ്പെട്ട ഒരുപാട് സെൻറ്റൻസുകൾ കുറച്ച് എന്താ പറയുക, ഇപ്പം തിയറട്ടിക്കലായിട്ട് നമ്മൾ എഴുതുന്ന വാചകങ്ങളുടെ രീതിയിലുള്ള സെൻറ്റൻസുകളും കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഈ ഒരു ബേസിക് ഇൻട്രൊഡക്ഷനാണ് ആമുഖം എന്നുള്ള ഐഡിയ വെച്ച് അതിനെയെല്ലാം മനസ്സിൽ പറഞ്ഞ് മനസ്സിലാക്കി പോവുക. കാണാതെ പഠിക്കേണ്ടതല്ല, ഒരു മനസ്സിലാക്കി പോകേണ്ട രീതിയാണ് ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് വേണ്ടത്. ഓക്കെ, ഭരണഘടനയുടെ ബൃഹത്തായ സവിശേഷതകളുടെ സാരാംശമാണ് ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും ആമുഖത്തിൽ പ്രതിഫലിക്കുന്നു. ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് ആമുഖത്തിൽ പ്രസ്താവിക്കുന്നു. ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് ആമുഖത്തിൽ പ്രസ്താവിക്കുന്നു. രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ ആമുഖത്തിൽ രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെ പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത്. ഭരണഘടനയുടെ താക്കോല്, ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഭരണഘടനയുടെ താക്കോല്, ആത്മാവ്, തിരിച്ചറിയൽ കാർഡ്. ഇപ്പോൾ താക്കോൽ എന്ന് പറഞ്ഞാൽ തുറക്കുന്ന, ഇപ്പോൾ എന്ത് ഒരു വാതിലാണെങ്കിലും അല്ലെങ്കിൽ എന്ത് സംഭവമാണെങ്കിലും ആദ്യം തുറക്കുന്നത് താക്കോലിട്ടാണല്ലോ, ഫസ്റ്റ് മെയിൻ ഡോറ്. അതുപോലെ തന്നെ ആമുഖം ഒരു മെയിൻ ഡോറാണ്. താക്കോലിട്ട് തുറന്നാലേ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഭരണഘടനയിലെ കാര്യങ്ങൾ വായിക്കാൻ പറ്റുമെന്ന് ഓർത്ത്. സോ ഭരണഘടനയുടെ താക്കോൽ ആമുഖമാണെന്ന് ഓർക്കാം. അതുപോലെ ആത്മാവ്, ഇപ്പോൾ ഇതിനകത്ത് എന്താണ് മൊത്തത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളൊരു ആത്മാവ് ഈ ആമുഖം വായിച്ചാൽ കിട്ടുമെന്ന് ഓർത്ത്. സോ ആത്മാവ്, താക്കോല്, ആത്മാവ്. പിന്നെ തിരിച്ചറിയൽ കാർഡ്, ആമുഖം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത് ഭരണഘടനയെക്കുറിച്ചാണ്, ഇന്ത്യൻ ഭരണഘടനയാണെന്ന് മനസ്സിലാവുമല്ലോ. സോ ഭരണഘടനയുടെ ഒരു തിരിച്ചറിയൽ കാർഡ് തന്നെയാണ് ഈ ആമുഖം. ആ രീതിയിൽ 3 ടേംസ് ഓർത്തിരിക്കുക. ഭരണഘടനയുടെ താക്കോല്, ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിക്കുന്നു. ഭരണഘടനാ നിർമ്മാതാക്കളുടെ
മനസ്സിലേക്കുള്ള താക്കോലായി കണക്കാക്കപ്പെടുന്നു. ആ ഒരു സെൻറ്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോലായി ആമുഖത്തെ കണക്കാക്കപ്പെടുന്നു. ഭരണഘടനയുടെ താക്കോലെന്ന് മാത്രമല്ല, ഈ ഒരു ഭരണഘടനാ നിർമ്മാതാക്കളുടെ, ഇത് സൃഷ്ടിച്ചവരുടെ മനസ്സിലേക്കുള്ള താക്കോലായിട്ട് ആമുഖത്തെ കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്ന് ആമുഖം അറിയപ്പെടുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ, ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്ന് ആമുഖം അറിയപ്പെടുന്നു. ഓർത്തിരിക്കുക, ഇന്ത്യൻ ഭരണഘടനയുടെ രത്നമെന്ന് അറിയപ്പെടുന്നു. US നിന്നാണ് ഇന്ത്യ ആമുഖം കടമെടുത്തത്. ഒരു കാലത്ത് എപ്പോഴും PSC പരീക്ഷയിൽ ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്, ആമുഖം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണെന്ന്. US നിന്നാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA നിന്നാണ് ഇന്ത്യ ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ മുഖം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഇപ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺവേ ചെയ്യാൻ, സങ്കടം വന്നാൽ നമ്മൾ മറ്റേ ഇമോജിയൊക്കെ ഓർത്താൽ മതി. സങ്കടത്തിൻ്റെ മുഖം നമ്മുടെ ഇത് ഒരു എക്സ്പ്രഷൻ നമ്മുടെ മുഖത്ത് വരും, സന്തോഷം വന്നാൽ നമ്മൾ ചിരിക്കും. അങ്ങനെ മുഖം കൊണ്ടാണ്, മുഖം യൂസ് ചെയ്താണ് നമ്മൾ എല്ലാവിധ ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യുന്നു. ഓർത്തേ, മുഖം യൂസ് ചെയ്യുന്നു, ആമുഖം യൂസ് ചെയ്യുന്നു. USA നിന്നാണ് ആമുഖം കടം കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം, അത് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചു. അതാണ് പിൽക്കാലത്ത് പിന്നീട് ആമുഖമായി മാറിയത്. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചു. ഈ ഒരു ലക്ഷ്യപ്രമേയമാണ് പിൽക്കാലത്ത് അല്ലെങ്കിൽ പിന്നീട് ആമുഖമായി മാറിയത്. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ആ ലക്ഷ്യപ്രമേയമാണ് ആമുഖമായി മാറിയത്. 1947 ജനുവരി 22 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കിയതെന്നും ഓർത്തിരിക്കുക. 47 ജനുവരി 22, 46 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു, 47 ജനുവരി 22 പാസ്സാക്കി. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചത് 46 ഡിസംബർ 13, 47 ജനുവരി 22 ലക്ഷ്യപ്രമേയം പാസ്സാക്കി. ഓക്കെ, ഈ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആദ്യമായിട്ടൊരു ആശയം മുന്നോട്ട് വെച്ച വ്യക്തി BN റാവു ആണ്. BN റാവു ആണ് ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഒരു പോയിന്റ് ഓർത്തിരിക്കാൻ വേണ്ടി ചെറിയൊരു കണക്ഷൻ ഞാൻ പറയാം. രാവുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. രാവ്, രാത്രി എന്ന് പറയുന്ന രാവ്, മലയാളത്തിലെ രാവ്. അപ്പോൾ രാവിൽ മുഖം കാണണമെങ്കിൽ ടോർച്ചൊക്കെ അടിച്ചാലല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ രാവിലാണെങ്കിലും വഴിയിൽ സ്ട്രീറ്റ് ലൈറ്റ് ചുമ്മാ ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു സെൻറ്റൻസ് ആട്ടോ. വഴികളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെങ്കിലുള്ളൂ രാവിലാണെങ്കിലും മുഖം കാണത്തുള്ളൂ. രാവിൽ മുഖം കാണാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കണം എന്നൊരു സംഭവം ഓർത്തേ. രാവിലാണെങ്കിൽ രാത്രിയിലാണെങ്കിലും വഴി കൂടെ നമുക്ക് സ്വാഭാവികമായി പുറത്തോടെ പോകുന്ന ആരാന്നൊക്കെ കാണണ്ടേ. ഇപ്പോൾ രാത്രി കള്ളന്മാരൊക്കെ ഉള്ള കാലഘട്ടമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രാവിൽ മുഖം കാണാനുള്ള സൗകര്യം ഒരുക്കണം. രാത്രിയിൽ ആരൊക്കെയാണ് വഴി കൂടെ പോകുന്നതെന്ന് അറിയണം. സ്ട്രീറ്റ് ലൈറ്റൊക്കെ വേണമെന്നൊരു സെൻറ്റൻസ് ഓർത്താൽ രാവിൽ മുഖം കാണണം. രാവ്, മുഖം, റാവു, രാവിൽ നിന്ന് റാവുവിലേക്ക് എത്താം. റാവു, മുഖം, ആമുഖം എന്ന ആശയം വേണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തി BN റാവു. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി BN റാവു ആണ്. ആ ഒരു ആവശ്യം മുന്നോട്ട് വെച്ച വ്യക്തി BN റാവു. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ള ആ ഒരു ഹെഡിങ്ങോടുകൂടിയാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യയാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഭാരതത്തിലെ ജനങ്ങൾ എന്നുള്ള വാചകത്തിലൂടെയാണ് ആമുഖം ആരംഭിക്കുന്നത്. നാം ഭാരതത്തിലെ ജനങ്ങൾ അഥവാ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാചകത്തോടു കൂടിയാണ്. ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന വരികളോടെ ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചത് HV കാമത്താണ്. ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന വരികളോടെ ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചത്. ആ ഒരു പോയിന്റ് പഠിക്കാൻ നമുക്കൊരു നിരീശ്വരവാദിയുടെ ആശയം കടമെടുക്കാം. ഇപ്പം ഏതൊരു സയൻസ് പരമായിട്ടുള്ള എന്തൊരു ഇൻവെൻഷൻ നടത്തിയാലും അവിടെ കൊണ്ട് ദൈവത്തിനെ കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ട് എല്ലാ ദൈവത്തിന് നന്ദി, ഇത്രയും വലിയൊരു കാര്യം നടന്നല്ലോ എന്ന് ദൈവത്തിനെ കൊണ്ട് കമത്താൻ ദൈവത്തിൻ്റെ ആൾക്കാർ നോക്കും. നിരീശ്വരവാദികൾ പറയത്തില്ലേ കമത്തുക. ഇപ്പം ഞങ്ങൾ പറയുന്ന പിള്ളേർ പറയുന്ന ഡയലോഗാണ്, അവിടെ കൊണ്ട് ഇപ്പം എന്തെങ്കിലും നമ്മളൊരു ഇപ്പോൾ ഈ എക്സാമ്പിൾ പറയുന്നത്,
നമ്മളൊരു കാര്യം നേടിയെടുത്തിട്ട് ഞാൻ കാരണമാണ് എന്നുള്ള രീതി പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി കമത്തി എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതുപോലെ സയൻസ് പരമായിട്ടുള്ള എന്തൊരു ഇൻവെൻഷൻ അല്ലെങ്കിൽ എന്ത് നേട്ടം വന്നാലും അവിടെ ദൈവത്തിനെ മുമ്പിൽ കൊണ്ടുവന്ന് ദൈവം കാരണമാണ്, ദൈവത്തിന് നന്ദി അല്ലെങ്കിൽ ദൈവത്തിന് സ്തുതി എന്നൊക്കെ പറയുമല്ലോ. അപ്പം ഈ ഒരു സ്ഥലത്തും ദൈവത്തിനെ കൊണ്ട് കമത്താൻ നോക്കി. പക്ഷേ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ദൈവത്തിൻ്റെ പേര് വെച്ചൊന്നും തുടങ്ങേണ്ട. നമ്മളൊരു സെക്യുലാർ രാജ്യമാണ്, മതമില്ല അല്ലെങ്കിൽ ഒരു മതവും ഇല്ല. അതിനൊരു അർത്ഥമൊക്കെ ഉണ്ട്. ഒരു മതവും ആർക്കും ഇഷ്ടമുള്ള മതം ആചരിക്കാം, അതിനുള്ള സംഭവമൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ സെക്യുലാർ എന്ന വാക്കിന് ഒരുപാട് അർത്ഥതലങ്ങളുള്ള വാക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ആ ഒരു വാചകത്തിൽ ആരംഭിച്ചില്ല. വളരെ നല്ലൊരു കാര്യമാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാചകത്തിലാണ് ആരംഭിച്ചത്. കമത്താൻ പറ്റിയില്ല. പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന വരികളോടെ ആമുഖം ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ നിർദ്ദേശിച്ചത് ഒരു കാമത്താണ്. HV കാമത്താണ്. ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന വരികളോടെ ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചത് HV കാമത്താണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേയൊരു തീയതി 1949 നവംബർ 26 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേയൊരു തീയതി. ഇനി സ്കൂൾ അസംബ്ലികളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിക്കുന്നതിന് തീരുമാനമെടുത്ത ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിക്കാം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷനിൽ ചിലപ്പോൾ ഉത്തർപ്രദേശൊക്കെ ആയിരിക്കും ഓപ്ഷനെ. നമുക്ക് ശരിയാണെന്ന് തോന്നും. ഇപ്പോൾ ദേശീയഗാനമൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു നാഷണലിസത്തിൻ്റെ രീതി നോർത്ത് ഇന്ത്യയിലാണല്ലോ കൂടുതൽ. പക്ഷേ അത് നമ്മുടെ കേരളമാണ്. സ്കൂൾ അസംബ്ലികളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിക്കുന്നതിന് തീരുമാനമെടുത്ത ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കേരളമാണ്. 2020 ഈ ഒരു തീരുമാനമെടുത്തത്. ഇത് കൂടാതെ മഹാരാഷ്ട്രയും അതുപോലെ മധ്യപ്രദേശും സ്കൂൾ അസംബ്ലികളിൽ ആമുഖം വായിക്കുന്നത് നിർബന്ധമാക്കിക്കൊണ്ട് ഉത്തരവിറക്കി. അപ്പോൾ ആദ്യം ഉത്തരവിറക്കിയത് കേരളമാണ്. സ്കൂൾ അസംബ്ലികളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിക്കുന്നതിന് തീരുമാനമെടുത്ത ആദ്യ സംസ്ഥാനം കേരളമാണ് 2020. ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങളാണ് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലക്ഷ്യങ്ങളാണ് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പൗരന്മാർക്ക് ഉറപ്പ് നൽകേണ്ട രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങളാണ് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ആ ഒരു സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് റിപ്പീറ്റ് അടിച്ച് പറയുന്നത്. ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലക്ഷ്യങ്ങൾ, പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങളാണ് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഓക്കെ. ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് BR അംബേദ്കർ ആണ്. സാഹോദര്യം BR അംബേദ്കർ ഒരുപാട് എന്താ പറയുക ദളിത് അതുപോലെ താഴ്ന്ന ജാതിയിൽ അങ്ങനെയുള്ള എല്ലാവർക്കും തുല്യത വേണമെന്നൊക്കെ ഒരുപാട് അവർക്ക് വേണ്ടിയൊക്കെ വാദിച്ച വ്യക്തിയൊക്കെയാണ്. അപ്പം റിസർവേഷനൊക്കെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ നമുക്കറിയാമല്ലോ വലിയൊരാളാണ്. അപ്പോൾ ആ ഒരു പോയിൻറ്റുമായിട്ട് സിമ്പിളായിട്ട് നമുക്ക് സാഹോദര്യം ഇവിടെ നിലനിർത്താൻ വേണ്ടി പറഞ്ഞ ഒരു വ്യക്തി അംബേദ്കർ ആണെന്ന് ആ പോയിൻറ്റ് സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് BR അംബേദ്കർ ആണ്. കാരണം താഴ്ന്ന ജാതിയിൽപ്പെട്ടവനാണെങ്കിലും ഉയർന്ന ജാതിയിൽപ്പെട്ടവനാണെങ്കിലും എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും സഹോദരങ്ങളാണ്. സാഹോദര്യമാണ് ഇവിടെ വേണ്ടത്. അങ്ങനെ ഓർത്താൽ മതി. അപ്പം സാഹോദര്യമായിട്ട് ഇപ്പോൾ ജാതി വ്യവസ്ഥ വേണ്ട എന്നുള്ള രീതിയിൽ എല്ലാവരും തുല്യത വരുത്തുമ്പോൾ താഴ്ന്ന ജാതി നിൽക്കുന്നവർക്ക് മുകളിലേക്ക് കയറി വരാൻ വേണ്ടിയാണല്ലോ റിസർവേഷനെ കൊണ്ടുവന്നത്. അപ്പോൾ ആ രീതിയിൽ എന്തായാലും നമുക്ക് BR അംബേദ്കറുമായിട്ട് സാഹോദര്യം എന്ന പോയിന്റ് കണക്ട് ചെയ്യാം. ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് BR അംബേദ്കർ ആണ്. ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള വ്യവസ്ഥകളാണ് മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇതൊക്കെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലക്ഷ്യങ്ങളാണ്. ഇതുപോലുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള വ്യവസ്ഥകളാണ് മൗലികാവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതുപോലെ നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള വ്യവസ്ഥകളാണ് മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ. ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്ക്, സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്ക്. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. സോഷ്യലിസ്റ്റ് എന്ന വാക്കിന് സ്ഥിതി സമത്വം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേറെ ടൈമൊക്കെ ചിലപ്പോൾ വരും, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പറയാം. അപ്പോൾ ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. പക്ഷേ ഈ ഒരു ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്ക് എന്ന് മാത്രമേ ഉള്ളായിരുന്നു. സോഷ്യലിസ്റ്റ് അതുപോലെ മതേതര ഒന്നുമില്ലായിരുന്നു. അപ്പം പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇന്ത്യ. പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായിരുന്നു ഭരണഘടന വരുമ്പോൾ. ഇപ്പോൾ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്ക്. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകളൊക്കെ പിന്നീട് കൂട്ടിച്ചേർത്താണ് ആമുഖമനുസരിച്ച്. അപ്പോൾ ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഓക്കെ.
അടുത്തത് ഭരണഘടനയിലെ ആമുഖത്തിലെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഒരൊറ്റ വട്ടമേ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. അത് 1976 പക്ഷേ ഇതൊക്കെയായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകളൊക്കെ ഉണ്ട്. ഈ ഭേദഗതിയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ആമുഖത്തിൽ ഭേദഗതി വരുത്താൻ പറ്റത്തില്ല, വരുത്താൻ പറ്റും, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ് അല്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കേസുകൾ, കോടതിയിലെ കേസുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. ആമുഖത്തിൽ ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം, ഇമ്പോർട്ടൻ്റ് ആണ്. ആമുഖത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. അത് 1976 42ാം ഭേദഗതിയിലൂടെ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന 42ാം ഭേദഗതിയിലൂടെയാണ് 1976 ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത്. ഈ 42ാം ഭേദഗതി 1976 78 എന്ന് കുറച്ച് ഭേദഗതിയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി 1976 6 അവസാനിക്കുന്നത്, 42 4ഉം 2 കൂട്ടിയാൽ 6 സോ 76 42ാം ഭേദഗതി എന്തായാലും ഉറപ്പിക്കാമല്ലോ. 44 76 42 76 എന്നൊക്കെ ആയിരിക്കും കൺഫ്യൂഷൻ വരുന്നത്. 44 എന്ന് പറഞ്ഞാൽ 4 4 8 അത്. അപ്പോൾ ആ രീതിയിൽ വേറെ കണക്ഷനൊക്കെ ഞാൻ അമെൻമെൻറ്റിൻ്റെ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഇത് മനസ്സിലാക്കി പോവുക. 76 42ാം ഭേദഗതി. ആ 42ാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത്. ആ ഒരു 42ാം ഭേദഗതിയിലാണ് ആമുഖത്തിൽ മാറ്റം വരുത്തിയത്, ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. അത് 76 42ാം ഭേദഗതി പ്രകാരം. ഓക്കെ, ഇനി മാറ്റം വരുത്തിയത് കുറച്ച് വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്തു. സോഷ്യലിസ്റ്റ്, സെക്യുലാർ എന്നീ വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്, പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമായിരുന്നു ഭരണഘടന വന്നപ്പോൾ. പിന്നീട് സോഷ്യലിസ്റ്റ്, സെക്യുലാർ എന്നീ വാചകങ്ങൾ കൂട്ടിച്ചേർത്തു. അതായത് സോഷ്യലിസ്റ്റ്, മതേതരത്വം, സോഷ്യലിസ്റ്റിൻ്റെ മലയാളം പദം സ്ഥിതി സമത്വം എന്നാണ്. അപ്പോൾ സ്ഥിതി സമത്വം, മതേതരത്വം, സെക്യുലാർ എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. 2 വാക്കുകൾ കൂട്ടിച്ചേർത്തു. സോഷ്യലിസ്റ്റ്, സെക്യുലർ. ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ പറയാം. പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി. പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതി സമത്വ ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഓക്കെ, പരമാധികാര സ്ഥിതി സമത്വ ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി, മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. അപ്പോൾ സോഷ്യലിസ്റ്റും സെക്യുലർ, അതായത് സ്ഥിതി സമത്വവും മതേതരത്വവും എന്നീ 2 വാക്കുകളാണ് കൂട്ടിച്ചേർത്തത്. സോഷ്യലിസ്റ്റും സെക്യുലാറും, സ്ഥിതി സമത്വവും മതേതരത്വം എന്നീ 2 വാക്കുകൾ ഈ ഒരു 42ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നായിരുന്നു, അതിന് പകരം ഐക്യവും അഖണ്ഡതയും എന്നാക്കി. രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റിയെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ആ ഒരു ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം 76 78 ആ ടൈം നിങ്ങൾക്ക് അറിയാമല്ലോ, എമർജൻസി കൊണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ അന്നേരം എല്ലാം ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു ആ ഒരു ടൈമിൽ പ്രസിഡന്റ്. അപ്പം ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? എമർജൻസി ടൈമിൽ എന്തായാലും 42ാം ഭേദഗതി ഇന്ദിരാഗാന്ധി. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 2000 ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച ഭരണഘടനാ പുനർപരിശോധന കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് MN വെങ്കടച്ചെല്ലയ്യ. 2000 ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച ഭരണഘടനാ പുനർപരിശോധന കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് MN വെങ്കടച്ചെല്ലയ്യ. 2000 വർഷം 2000 ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച ഭരണഘടനയുടെ പുനർപരിശോധനാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ MN വെങ്കടച്ചെല്ലയ്യ. ഓക്കെ, ഞാൻ നേരത്തെ കുറച്ച് കേസുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഭരണഘടനയുടെ ആമുഖമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഈ കേസുകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി പോകണം. ഇതും ഞാൻ പറയുന്നു, കാണാതെ പഠിക്കേണ്ട, മനസ്സിലാക്കി പോയാൽ മതി. പേരുകളൊക്കെ മനസ്സിലൊന്ന് കോർത്ത് പോയാൽ മതി. ഓക്കെ, ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ബെറുബാറി കേസിലാണ്. ബെറുബാറി, പേര് ശ്രദ്ധിച്ച്, ബെറുബാറി, വേറെയാണ്. ആമുഖം വേറെയാണ്, ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമൊന്നും അല്ല, അതൊരു വേറെയാണ്. ബാക്കിയുള്ളതെല്ലാം അവിഭാജ്യ ഘടകമാണെന്നല്ലോ അതിൻ്റെ അർത്ഥം. വേറെയാണ് എന്ന് പറഞ്ഞത് ബെറുബാറി എന്ന് കണക്ട് ചെയ്യാമല്ലോ. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസ് ബെറുബാറി കേസ് 1960. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് പ്രസ്താവിച്ചത് ബെറുബാറി കേസ് 1960. എന്നാൽ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് അനുച്ഛേദം 368 ഉപയോഗിച്ച് അതിൽ ഭേദഗതി വരുത്താമെന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് 1973 കേശവാനന്ദ ഭാരതി കേസിലാണ്. 73 കേശവാനന്ദ ഭാരതി കേസ്. അതുപോലെ തന്നെ ബേസിക് സ്ട്രക്ചർ, അതായത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നത്
അതും ഈ ഒരു കേശവാനന്ദ ഭാരതി കേസിലാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. PSCക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കേസും കൂടിയാണ്. അപ്പം പഠിച്ച് തന്നെ പോവുക. ആമുഖത്തിൽ ഭേദഗതി ചെയ്യാമെന്ന് പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് അനുച്ഛേദം 368 ഉപയോഗിച്ച്, എന്ന് വെച്ചാൽ ഭേദഗതി ചെയ്യാനുള്ള അനുച്ഛേദം 368 ഉപയോഗിച്ച് ആമുഖത്തിൽ ഭേദഗതി വരുത്താമെന്നും ഈ ഒരു കേശവാനന്ദ ഭാരതി കേസിൽ പ്രഖ്യാപിച്ചു. 1973 കേശവാനന്ദ ഭാരതി കേസ്. അതുപോലെ തന്നെ ബേസിക് സ്ട്രക്ചർ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നതും ഈ കേശവാനന്ദ ഭാരതി കേസിലാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നത് കേശവാനന്ദ ഭാരതി കേസിലാണ്. അപ്പം ആമുഖത്തിൽ ഭേദഗതി വരുത്താം എന്ന് പറഞ്ഞത്, എന്നാൽ പൊതുഘടനയിൽ മാറ്റമില്ലാതെ അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് 368 ഉപയോഗിച്ച് ആമുഖത്തിൽ ഭേദഗതി വരുത്താമെന്ന് സുപ്രീം കോടതി പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസ് 73. അപ്പോൾ നേരത്തെ പറഞ്ഞു ഭാഗമല്ല എന്ന്, വെറുപാരി കേസിൽ ഇതിൻ്റെ അവിഭാജ്യ ഘടകമല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം കേശവാനന്ദ ഭാരതി കേസ് ഇത് ഭാഗമാണെന്നും ഭേദഗതി വരുത്താമെന്നും പറഞ്ഞു. അതൊന്നുകൂടി ഒന്ന് ഊട്ടി ഉറപ്പിച്ച് അസന്ദിഗ്ധമായി ഈ ഒരു ഭരണഘടനയുടെ ഭാഗമാണ് ആമുഖമെന്ന് സുപ്രീം കോടതി ഒരിക്കൽ കൂടി ഒന്ന് പ്രഖ്യാപിച്ചു വേറൊരു കേസിൽ. അത് 95 LIC ഓഫ് ഇന്ത്യയുടെ ഒരു കേസാണ്. യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC ഓഫ് ഇന്ത്യ. LIC ഓഫ് ഇന്ത്യയിൽ 95 കേസിൽ ഒന്നുകൂടി ഒന്ന് അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചു. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി ഒരിക്കൽ കൂടി അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ച കേസാണ് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC ഓഫ് ഇന്ത്യ 1995. അതുപോലെ തന്നെ ഉപയോഗശൂന്യമായ വാചാടോപത്തിൻ്റെ ശേഖരമല്ല, കളക്ഷൻ ഓഫ് യൂസ്ലെസ് റിറ്റോറിക്, ഉപയോഗശൂന്യമായ വാചാടോപത്തിൻ്റെ ശേഖരമല്ല ആമുഖമെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച ഒരു കേസുണ്ട്. ആദം പ്രകാശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന. 86 കേസാണ്. റിറ്റോറിക്കിൻ്റെ മലയാള ഒരു വിശേഷണമാണ് ഈ വാചാടോപം. ഉപയോഗശൂന്യമല്ലാത്ത വാചാടോപത്തിൻ്റെ ശേഖരമല്ല ആമുഖം. ഉപയോഗശൂന്യമായ വാചാടോപത്തിൻ്റെ ശേഖരമല്ല ആമുഖമെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസ് ആദം പ്രകാശ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന. ആദം പ്രകാശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന 86. അപ്പോൾ അത്രയും കേസുകൾ ആമുഖവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ആമുഖത്തിൽ ഇന്ത്യ ഒരു പരമാധികാര സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണെന്ന് പറയുന്നുണ്ട് എന്ന്. അപ്പോൾ ഈ ഓരോ വാക്കുകൾക്കും കുറേ അർത്ഥതലങ്ങളുണ്ട്. അത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവലുള്ള ചോദ്യങ്ങളുടെ കാലഘട്ടമാണല്ലോ. അപ്പോൾ ഇത് മനസ്സിലാക്കി തന്നെ പോകണം. ആദ്യം നമ്മൾ പരമാധികാരം അഥവാ സോവറിൻ എന്ന വാക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. പരമാധികാരം, സോവറിൻ എന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ കിട്ടുന്ന അർത്ഥം എന്താണ്? എല്ലാത്തിലും നമുക്ക് സ്വന്തം അധികാരമുണ്ട്. നമ്മളെ ഭരിക്കാൻ ഒരുത്തിനും വരേണ്ട, നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്, നമ്മളാണ് നമ്മുടെ പരമാധികാരി. ആ ഒരു അർത്ഥമല്ലേ നമുക്ക് കിട്ടുന്ന പരമാധികാരം. അല്ലാതെ ഇവിടുത്തെ കാര്യം തീരുമാനിക്കാൻ ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ അമേരിക്കക്കാരോ ഒന്നും വരേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമ്മൾ അവരുടെ രാജ്യം ആക്രമിക്കാനുള്ള അധികാരം വരെ നമുക്കുണ്ട്, അല്ലെങ്കിൽ നമ്മളെടുക്കും. അവരുടെ രാജ്യം ആക്രമിച്ച് നമ്മുടെ ഇതിൻ്റെ ഭാഗമാക്കാനും നമ്മുടെ കുറച്ച് സ്ഥലം വിട്ടുകൊടുക്കാനും ഒക്കെ നമുക്ക് തീരുമാനമെടുക്കാം. നമുക്ക് എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനം എടുക്കാം. നമ്മുടെ പരമാധികാരം നമ്മുടെ കയ്യിൽ തന്നെയാണ്. ആ ഒരു ബേസിക് ഐഡിയ അതല്ലേ പരമാധികാരം എന്ന് വെച്ചാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ ഉള്ളത്. ആ ഒരു ആശയം മാത്രം മതി. അത് വെച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി പോകാൻ പറ്റും. മറ്റൊരു രാജ്യത്തിൻ്റെയും ആശ്രയത്വത്തിലോ ആധിപത്യത്തിലോ അല്ലാത്ത ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് ഇന്ത്യ എന്നതിനെ സൂചിപ്പിക്കാനായി പരമാധികാരം എന്ന വാക്കുപയോഗിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം തന്നെ, മറ്റൊരു രാജ്യത്തിൻ്റെയും ആശ്രയത്വത്തിലോ ആധിപത്യത്തിലോ അല്ലാത്ത ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് ഇന്ത്യ എന്നതിനെ സൂചിപ്പിക്കാനായി പരമാധികാരം എന്ന വാക്കുപയോഗിച്ചിരിക്കുന്നു. ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരമാണ് പരമാധികാരം. ഇന്ത്യക്ക് ആഭ്യന്തരമായും ബാഹ്യമായുമുള്ള പരമാധികാരമുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളും അതുപോലെ പുറത്തെ കാര്യം നമ്മളുടെ രീതി തീരുമാനിക്കണമെങ്കിൽ അതും നമുക്ക് തീരുമാനിക്കാം. ആ ഒരു രീതിയിൽ ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരമാണ് പരമാധികാരം. ഒരു പരമാധികാര രാജ്യമായതിനാൽ ഇന്ത്യക്ക് ഒരു വിദേശ രാജ്യത്തിൻ്റെ പ്രദേശം സ്വന്തമാക്കാനും സ്വന്തം ഭാഗമായി വരുന്ന പ്രദേശം മറ്റൊരു രാജ്യത്തിന് വിട്ടുകൊടുക്കാനും സാധിക്കും. നമ്മുടെ ഇവിടുത്തെ സ്ഥലം നമ്മൾ കൊടുക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ വേറെ ഇപ്പോൾ എന്താ പറയുക, ഇന്ത്യയുടെ ഭാഗമായിരുന്ന പണ്ട് ഇവരിപ്പോൾ പിടിച്ചു വെച്ചിരിക്കുന്ന കാശ്മീർ ഇപ്പം മിലിറ്ററിയെ കൊണ്ട് പിടിച്ചെടുക്കണോ ഒക്കെ വേണമെന്നൊക്കെ നമുക്ക് തീരുമാനം എടുക്കാം. അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു പരമാധികാര രാജ്യമായതിനാൽ ഇന്ത്യക്ക് ഒരു വിദേശ രാജ്യത്തിൻ്റെ പ്രദേശം സ്വന്തമാക്കാനും സ്വന്തം ഭാഗമായി വരുന്ന പ്രദേശം മറ്റൊരു രാജ്യത്തിന് വിട്ടുകൊടുക്കാനും സാധിക്കും. ബംഗ്ലാദേശിന് കുറച്ച് ഭാഗങ്ങളൊക്കെ ഈയിടെ വിട്ടുകൊടുത്തില്ലേ. അപ്പോൾ അതുപോലെ
ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ദേശീയ പ്രസ്ഥാനമുയർത്തിയ പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യത്തിൻ്റെ പ്രാവർത്തിക രൂപമാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന പരമാധികാരം എന്ന ആശയം. ഓർത്തിരിക്കുക, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഈ ദേശീയ പ്രസ്ഥാനമുയർത്തിയ പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യത്തിൻ്റെ പ്രാവർത്തിക രൂപമാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന പരമാധികാരം എന്ന ആശയം. ആ ഒരു വാചകം ഒന്നുകൂടെ പറയാം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ദേശീയ പ്രസ്ഥാനമുയർത്തിയ പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യത്തിൻ്റെ പ്രാവർത്തിക രൂപമാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന പരമാധികാരം എന്ന ആശയം. ഓക്കെ, ഇനി സ്ഥിതി സമത്വം അഥവാ സോഷ്യലിസ്റ്റ് എന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വിശേഷണങ്ങൾ. ഈ സോഷ്യലിസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സ്ഥിതി സമത്വം എന്നാണല്ലോ. സമത്വം, എല്ലാവർക്കും ഒരു തുല്യത വേണം, എല്ലാവരും തുല്യരാണ് അല്ലേ, പണക്കാരനും പാവപ്പെട്ടവനും എല്ലാവരും തുല്യർ തന്നെയാണ്. ആ ഒരു രീതിയിലുള്ള ആശയം വെച്ചുകൊണ്ടുള്ള കുറേ കാര്യങ്ങളാണ് ഈ സ്ഥിതി സമത്വം അഥവാ സോഷ്യലിസ്റ്റ് എന്ന വാക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന സാമൂഹ്യ വ്യവസ്ഥയാണ് സ്ഥിതി സമത്വം അഥവാ സോഷ്യലിസം. അപ്പോൾ എല്ലാവർക്കും തുല്യത, രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന സാമൂഹ്യ വ്യവസ്ഥയാണ് സ്ഥിതി സമത്വം അഥവാ സോഷ്യലിസം. പൊതുവെ സോഷ്യലിസം എന്നത് ചരക്കുകളുടെ ഉൽപ്പാദനവും വിതരണവും സർക്കാർ തന്നെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക രാഷ്ട്രീയ സംവിധാനമാണ്. അപ്പോൾ ചരക്കുകൾ, വ്യാപാരം, ഇതെല്ലാം സർക്കാർ തന്നെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ സോഷ്യലിസം എന്നത് ചരക്കുകളുടെ ഉൽപ്പാദനവും വിതരണവും സർക്കാർ തന്നെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക രാഷ്ട്രീയ സംവിധാനമാണ് സോഷ്യലിസം. ഇവിടെ നമ്മുടെ നാട്ടിൽ എല്ലാ ചരക്കുകളുടെ ഇതുമെല്ലാം കാര്യങ്ങളും നടത്തുന്ന സർക്കാർ മാത്രമാണോ? അല്ല, പ്രൈവറ്റ് പ്ലേയേഴ്സും ഉണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ കംപ്ലീറ്റ് സോഷ്യലിസം ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ് ഇവിടെയുള്ളത്. ജനാധിപത്യ സ്ഥിതി സമത്വം അതാണ് ഇവിടെയുള്ളത്. ഇന്ത്യയിലേത് മിശ്ര സമ്പദ് വ്യവസ്ഥയായതിനാൽ പൊതു സ്വകാര്യ മേഖലകളുടെ സംയുക്ത സഹകരണത്തോടെയുള്ള ജനാധിപത്യ സ്ഥിതി സമത്വം അഥവാ ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ് നിലവിലുള്ളത്. ഇന്ത്യയിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ് നിലവിലുള്ളത്. എല്ലാം സർക്കാർ മാത്രമല്ല, സർക്കാരും അതുപോലെ പൊതുമേഖലയും സ്വകാര്യ മേഖലയും കൂടെ ചേർന്നുള്ള ഒരു സഹകരണത്തോടെയുള്ള ഒരു സോഷ്യലിസമാണ് ഇവിടെയുള്ളത്. ഇന്ത്യയിലേത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. അതുകൊണ്ട് പൊതു സ്വകാര്യ മേഖലകളുടെ സംയുക്ത സഹകരണത്തോടെയുള്ള ജനാധിപത്യ സ്ഥിതി സമത്വം അഥവാ ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ് ഇവിടെയുള്ളത്. ഇന്ത്യയിൽ സോഷ്യലിസം മാർക്സിസത്തിൻ്റെയും ഗാന്ധിസത്തിൻ്റെയും സമന്വയവും ഗാന്ധിസത്തോട് വളരെയധികം ചായ്വുള്ളതുമാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൾ ഗാന്ധിയാണല്ലോ, അപ്പോൾ ഗാന്ധിയോട് കുറച്ചുകൂടി ചായ്വുണ്ട് ഇന്ത്യയിലെ സോഷ്യലിസത്തിന്. അപ്പോൾ ഇന്ത്യൻ സോഷ്യലിസം മാർക്സിസത്തിൻ്റെയും ഗാന്ധിസത്തിൻ്റെയും ഒരു സമന്വയം, അതുപോലെ തന്നെ ഗാന്ധിസത്തോടാണ് കൂടുതൽ ചായ്വുള്ളത്. ഗാന്ധിസത്തോട് വളരെയധികം ചായ്വുള്ളതുമാണ് ഇന്ത്യയിലെ സോഷ്യലിസം. ഇന്ത്യക്ക് സോഷ്യലിസ്റ്റ് ഘടന വേണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ആവടി സമ്മേളനം. UN ദേബാർ അധ്യക്ഷനായിട്ടുള്ള 1955 ആവടി സമ്മേളനത്തിലാണ് ഇന്ത്യക്കൊരു സോഷ്യലിസ്റ്റ് ഘടന വേണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ചത്. അപ്പോൾ ഇന്ത്യക്കൊരു സോഷ്യലിസ്റ്റ് ഘടന വേണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ച കോൺഗ്രസ് സമ്മേളനം 1955 ആവടി സമ്മേളനം. അധ്യക്ഷൻ UN ദേബാർ. ഒന്നുകൂടെ പറയാം, ഇന്ത്യക്കൊരു സോഷ്യലിസ്റ്റ് ഘടന വേണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ച കോൺഗ്രസ് സമ്മേളനം 1955 ആവടി സമ്മേളനം. അധ്യക്ഷൻ UN ദേബാർ. സമൂഹത്തിലെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ ആമുഖം വിഭാവനം ചെയ്യുന്നു. അപ്പോൾ സമൂഹത്തിലെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ നമ്മുടെ ഭരണഘടനയിലെ ആമുഖം വിഭാവനം ചെയ്യുന്ന ഒരു കാര്യമാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. അടുത്തത് മതേതരത്വം അഥവാ സെക്യുലാർ. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്കാണ് ഈ സെക്യുലാർ എന്ന് പറയുന്നത്. ഇന്ത്യക്ക് പ്രത്യേകിച്ച് വലിയ മതമൊന്നുമില്ല. ഇന്ത്യ ഒരു ഇന്ന മതത്തിൻ്റെ രാഷ്ട്രമാണ് എന്നൊന്നുമില്ല. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് അല്ലേ. ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വത്തിൻ്റെ സ്പഷ്ടമായ ആശയം ഉൾക്കൊള്ളുന്നു. സെക്യുലാർ കൺട്രിയാണ് ഇന്ത്യ. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ദേശീയ മതം ഇല്ല. പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ഇന്ത്യക്ക് സ്വന്തമായി ഒരു ദേശീയ മതം ഇല്ല. ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമോ അല്ലെങ്കിൽ മുസ്ലിം രാജ്യമോ ക്രിസ്ത്യൻ രാജ്യമോ ഒന്നുമല്ല. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ദേശീയ മതം ഇല്ല. ഭരണഘടന എല്ലാ പൗരന്മാർക്കും അവരിഷ്ടമുള്ള മതം ആചരിക്കാനുള്ള അവകാശം നൽകുന്നുണ്ട്. എല്ലാ പൗരന്മാർക്കും അവരവരുടേതായ മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യം നൽകുന്നു. അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പുരോഗമനവാദികളും ചിന്താഗതി എല്ലാവരും ഉണ്ട്. പക്ഷെ നമ്മുടെ ഭരണഘടന, ഒരു രാജ്യത്തിൻ്റെ ബേസിക് ലോ എന്ന് പറയുന്നത് ഭരണഘടന അനുസരിച്ചുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതിൽ ഇഷ്ടമുള്ള മതം ആർക്കും ആചരിക്കാനും അതുപോലെ പ്രചരിപ്പിക്കാനും ഒക്കെ അവകാശമുണ്ട്. ഇപ്പം ഞാൻ മതം തുടങ്ങിയാലും എനിക്ക് എൻ്റെ ഭരണഘടന അവകാശം നൽകുന്നുണ്ട് എൻ്റെ മതം എനിക്ക് പ്രചരിപ്പിക്കാൻ, പുതിയൊരു X എന്ന് പറയുന്നൊരു മതമാണേലും. അപ്പം അങ്ങനെ മതത്തിന് ഇവിടെ പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ്. പക്ഷേ കുറച്ചൊക്കെ ഇനിയിപ്പം മതത്തിൻ്റെ കാര്യങ്ങളിൽ മാറ്റങ്ങളൊക്കെ വരേണ്ട സമയം ആയി എന്നാണ് വ്യക്തിപരമായി നമുക്കൊക്കെ തോന്നുന്നത്. അപ്പോൾ ഇന്ത്യ ഒരു
സ്വന്തമായി ദേശീയ മതമില്ലാത്ത ഒരു രാജ്യമാണ്. ഇന്ത്യക്ക് സ്വന്തമായി ദേശീയ മതമില്ല. ഭരണഘടന എല്ലാ പൗരന്മാർക്കും അവരവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് മതം ആചരിക്കാനും അതുപോലെ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം നൽകുന്നു. നെക്സ്റ്റ്, ജനാധിപത്യം അഥവാ ഡെമോക്രാറ്റിക് എന്ന ടേം. ജനാധിപത്യം അഥവാ ഡെമോക്രാറ്റിക്, അടുത്തത് ജനാധിപത്യം എന്ന ടേമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ വാക്കിൽ നിന്ന് കിട്ടുന്ന അർത്ഥം തന്നെ ആണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. ജനാധിപത്യം, ജനങ്ങളാണ് സർവാധികാരി അല്ലെങ്കിൽ പരമാധികാരം ജനങ്ങൾക്കാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ പരമാധികാരം ജനങ്ങൾക്കാണ്. ഇനി BR അംബേദ്കറിൻ്റെ ഒരു അവസാന പ്രസംഗത്തിൽ ഒരു വാചകം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന ജനാധിപത്യം എന്ന പദം കേവലം രാഷ്ട്രീയപരമായ ജനാധിപത്യം മാത്രമല്ല, മറിച്ച് സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യമാണ്. ഇങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തൻ്റെ ഒടുവിലത്തെ പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചത് BR അംബേദ്കറാണ്. 1949 നവംബർ 25 ഈ ഒരു പ്രസംഗം നടത്തിയത്. അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഈ ഒരു ജനാധിപത്യം എന്ന പദം വെറും ഒരു രാഷ്ട്രീയപരമായ ജനാധിപത്യം മാത്രമല്ല, സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യമാണ്. ജനാധിപത്യം എന്നത് രാഷ്ട്രീയപരമായ ജനാധിപത്യമല്ല, സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യമാണ് എന്നാണ് അവസാന പ്രസംഗത്തിൽ BR അംബേദ്കർ പറഞ്ഞത്. അപ്പം ജനാധിപത്യം എന്ന് പറയുന്നത് സർവ്വ അധികാരം അല്ലെങ്കിൽ പരമാധികാരം ടേമാണ്. പരമാധികാരം ജനങ്ങൾക്ക് തന്നെയാണ് എന്നാണ് ജനാധിപത്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നെക്സ്റ്റ്, റിപ്പബ്ലിക് എന്ന ആശയം പലർക്കും ഇപ്പോഴും അറിയാത്ത ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പം അറിയാത്തവർ ഇപ്പം തന്നെ പഠിച്ചു പോക്കണം. നമ്മൾ ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവൻ ജനങ്ങളാൽ നേരിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായോ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യവസ്ഥയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. രാഷ്ട്രത്തലവൻ ജനങ്ങളാൽ നേരിട്ടോ പരോക്ഷമായോ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യവസ്ഥയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. നമ്മുടെ രാഷ്ട്രപതിയെ നമ്മൾ വോട്ട് ചെയ്താണോ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്? അല്ല, പക്ഷേ നമ്മളാൽ തന്നെയാണ്, പരോക്ഷമായി തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന ജനപ്രതിനിധികളും കാര്യങ്ങളൊക്കെ വെച്ച് തന്നെയാണ് ഒരു ഇലക്ടോറൽ കോളേജൊക്കെ വെച്ച് നമുക്കറിയാമല്ലോ ആ രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാജ്യം തന്നെയാണ്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി ജനങ്ങളാൽ പരോക്ഷമായി 5 വർഷ കാലയളവിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി ജനങ്ങളാൽ പരോക്ഷമായി 5 വർഷ കാലയളവിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പോൾ റിപ്പബ്ലിക് ആണെന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് രാഷ്ട്രത്തലവൻ ജനങ്ങളാൽ നേരിട്ടോ പരോക്ഷമായോ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യവസ്ഥയാണ് റിപ്പബ്ലിക്. ഓക്കെ. ഇനി നീതി അഥവാ ജസ്റ്റിസ്. ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന 3 തരത്തിലുള്ള നീതികൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സാമൂഹ്യം, സാമ്പത്തികം, രാഷ്ട്രീയം. നീതിയുണ്ട്. ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന 3 തരത്തിലുള്ള നീതികളാണ് സാമൂഹ്യം, സാമ്പത്തികം, രാഷ്ട്രീയം. ഈ 3 തരത്തിലുള്ള നീതിയും മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ എന്നിവയിലൂടെ നേടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന 3 തരത്തിലുള്ള നീതികളായ സാമൂഹ്യം, സാമ്പത്തികം, രാഷ്ട്രീയം, ഇവ 3ഉം മൗലികാവകാശങ്ങൾ അഥവാ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്നിവയിലൂടെ നേടിയെടുക്കാവുന്നതാണ്. മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ എന്നിവയിലൂടെ ഈ 3 തരത്തിലുള്ള സാമൂഹ്യം, സാമ്പത്തികം, രാഷ്ട്രീയം എന്നുള്ള നീതികൾ നേടിയെടുക്കാവുന്നതാണ്. സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ നീതി എന്ന ആശയം കടമെടുത്തത് റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണെന്നും അറിഞ്ഞിരിക്കുക. സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ നീതി എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ്. അപ്പോൾ സാമൂഹ്യം, സാമ്പത്തികം, രാഷ്ട്രീയം 3 തരത്തിലുള്ള നീതികൾ, ആമുഖത്തിൽ പരാമർശിക്കുന്ന 3 തരത്തിലുള്ള നീതികളാണ്. പെട്ടെന്ന് ഒരുപാട് കാര്യം പറയുമ്പോൾ നാക്കിങ്ങനെ ഇതായി പോകുന്നതാണ്. നീതികളാണ് സാമൂഹ്യം, സാമ്പത്തികം, രാഷ്ട്രീയം. ഈ 3 തരത്തിലുള്ള നീതിയും മൗലികാവകാശങ്ങൾ അതുപോലെ നിർദ്ദേശക തത്വങ്ങൾ എന്നിവയിലൂടെ നേടിയെടുക്കാവുന്നതാണ്. ഈ ആശയം കടമെടുത്തിരിക്കുന്നത് റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ്. സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ നീതി എന്ന ആശയം കടമെടുത്തത് റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ. അടുത്തത് സ്വാതന്ത്ര്യം അഥവാ ലിബർട്ടി. സ്വാതന്ത്ര്യം എന്താണെന്ന് നമുക്കറിയാം. ബേസിക് ഐഡിയ ഉണ്ടായാൽ മാത്രം മതി നമുക്ക് ഉള്ള ആ ഒരു ഫ്രീഡം. സ്വാതന്ത്ര്യം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് ഓർത്താൽ മതി. വ്യക്തികളുടെ പ്രവർത്തനങ്ങളിലെ നിയന്ത്രണങ്ങളുടെ അഭാവവും വ്യക്തിത്വ വികസനത്തിനായുള്ള അവസരങ്ങൾ സൃഷ്ടിക്കലുമാണ് സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെ പൗരന്മാർക്ക് ആമുഖം ഉറപ്പ് നൽകുന്നു. എന്നാൽ സ്വാതന്ത്ര്യം എന്നത് ഒരു പൗരന് എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല എന്നും ഭരണഘടനയുടെ പരിമിതിക്കുള്ളിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒന്നാണ് എന്നും ഭരണഘടനയിൽ
പരാമർശിക്കുന്നു, അല്ലെങ്കിൽ ഇതിൽ ഈ ഒരു വാക്കുകൊണ്ട് പരാമർശിക്കുന്നു. അപ്പം ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെ പൗരന്മാർക്ക് ആമുഖം ഉറപ്പ് നൽകുന്നു. ചിന്ത, ആശയപ്രകടനം, അതുപോലെ വിശ്വാസം, മതനിഷ്ഠ, ആരാധന ഇവയ്ക്കെല്ലാമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെ പൗരന്മാർക്ക് ആമുഖം ഉറപ്പ് നൽകുന്നു. സ്വാതന്ത്ര്യം എന്നത് ഒരു പൗരന് എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല എന്ന് ഭരണഘടനയുടെ പരിമിതിക്കുള്ളിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒന്നാണ് ഈ സ്വാതന്ത്ര്യമെന്നും ഈ ഒരു കാര്യം കൊണ്ട് അർത്ഥമാക്കുന്നുണ്ടെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, സമത്വം അഥവാ ഈക്വാലിറ്റി. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രത്യേക പരിഗണന നൽകാതെ സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും മതിയായ അവസരങ്ങൾ വിവേചനമില്ലാതെ നൽകുക എന്നതാണ് സമത്വം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വാക്കിൻ്റെ ബേസിക് ഡെഫിനേഷൻ തന്നെ പദവിയിലും അവസരത്തിലുമുള്ള സമത്വമാണ് ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. പദവിയിലും അവസരത്തിലുമുള്ള സമത്വം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫ്രട്ടേണിറ്റി അഥവാ സാഹോദര്യം. സാഹോദര്യ ബോധം എന്ന തത്വമാണ് സാഹോദര്യം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഏകപൗരത്വം എന്ന ആശയത്തിലൂടെയാണ് ഭരണഘടന സാഹോദര്യം എന്ന വികാരം പ്രോത്സാഹിപ്പിക്കുന്നത്. ഏകപൗരത്വം എന്ന ആശയത്തിലൂടെയാണ് ഭരണഘടന സാഹോദര്യം എന്ന വികാരം പ്രോത്സാഹിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യമാണ്. ഏകപൗരത്വം എന്ന ആശയത്തിലൂടെയാണ് ഭരണഘടന സാഹോദര്യം എന്ന വികാരം പ്രോത്സാഹിപ്പിക്കുന്നത്. വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്താൻ ആമുഖത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ്. സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ നീതി എന്ന ആശയം റഷ്യൻ വിപ്ലവത്തിൽ നിന്ന്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണെന്നും അറിഞ്ഞിരിക്കുക. വി ദ പീപ്പിൾ എന്ന പുസ്തകം രചിച്ചത് നാനി പൽക്കിവാല. വി ദ പീപ്പിൾ എന്ന പുസ്തകം രചിച്ചത് നാനി പൽക്കിവാലയാണ്. ഓക്കെ, ആ ഒരു പോയിൻ്റൂടെ അതിനോട് ഓർത്തിരിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആമുഖത്തെ കുറേ പേരുകളിൽ അല്ലെങ്കിൽ കുറേ വിശേഷണങ്ങൾ ആമുഖത്തിന് നൽകിയിട്ടുണ്ട്. പലപ്പോഴും പണ്ട് കാലത്ത് PSC പരീക്ഷ റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഇനിയും സ്റ്റേറ്റ്മെൻറ്റ് രൂപേണയുള്ള ചോദ്യങ്ങളിലൊക്കെ ഇത് വരാം. അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഈ മുൻഷി എന്ന വാക്ക് തന്നെ വലിയൊരു പണ്ഡിതൻ എന്നുള്ള അർത്ഥമൊക്കെ വരുമല്ലോ. അപ്പോൾ വലിയ പണ്ഡിതന്മാരുടെ അടുത്തൊക്കെ പോയാണല്ലോ നമ്മൾ ജാതകമൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ ജാതകമൊക്കെ തയ്യാറാക്കുന്ന വലിയ പ്രായമുള്ള മുൻഷിമാരാണെന്ന് ഓർത്ത് അപ്പോൾ ജാതകവും മുൻഷി എന്ന് കണക്ട് ചെയ്യാമല്ലോ. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷി. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാല. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് പൽക്കിവാല. ഇപ്പോൾ കാബൂളിവാല, അതുപോലെ ബംഗാളിവാല. കാബൂളിവാല എന്ന് പറയുന്നൊരു വാക്ക്, വാല എന്ന വാക്കിൽ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ സിനിമയൊക്കെ ഉള്ളതുകൊണ്ട് കാബൂളിൽ നിന്ന് ഒരാൾ വന്നാൽ, കാബൂളിവാല വന്നാൽ നമ്മൾ അയാളോട് തിരിച്ചറിയൽ കാർഡ് ചോദിക്കുമല്ലോ. സോ തിരിച്ചറിയൽ കാർഡ് വാല, പൽക്കിവാല തിരിച്ചറിയൽ കാർഡുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാല. ഭരണഘടനയുടെ കീനോട്ട് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ്. കീനോട്ട്, ഭരണഘടനയുടെ കീ നോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ്. നോട്ടിലേക്കുള്ള കീ നമ്മൾ തന്നെ ഏൺ ചെയ്യണം എന്നോർത്ത്. അപ്പോൾ കീ നോട്ട് ഏണസ്റ്റ് ബാർക്കറാണ് ഭരണഘടനയുടെ കീ നോട്ട് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ ആത്മാവ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് M ഹിദായത്തുള്ളയാണ്. ഹിദായം എന്ന വാക്ക് ഹൃദയവുമായിട്ടെന്ന വാക്ക് ശ്രദ്ധിച്ചാൽ ഒന്ന് എഴുതി നോക്കി. ഹിദായം എന്ന വാക്ക് എഴുതുമ്പോൾ ഹൃദയവുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ എഴുതാൻ വേണമേ. എങ്കിൽ അപ്പോൾ ഹൃദയം ആത്മാവും ഒക്കെ കണക്ട് ചെയ്യാമല്ലോ. സോ ഹിദായത്തുള്ള ആത്മാവ്, ഭരണഘടനയുടെ ആത്മാവ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് M ഹിദായത്തുള്ള. ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ആത്മാവെന്ന് മാത്രമാണെങ്കിൽ ഹിദായത്തുള്ള. ഭരണഘടനയുടെ ആത്മാവ് M ഹിദായത്തുള്ള, ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവാണ്. ഹൃദയവും ആത്മാവും. അപ്പോൾ ആത്മാവ് വരുന്ന മൂന്നെണ്ണം. ആത്മാവ് എന്ന് ഹിദായത്തുള്ള, ആത്മാവും താക്കോലും ആണെങ്കിൽ ജവഹർലാൽ നെഹ്റു, ഹൃദയവും ആത്മാവുമാണെങ്കിൽ താക്കൂർദാസ് ഭാർഗവ. ഓക്കെ, നാം ഇത്രയും കാലം ചിന്തിച്ചതോ സ്വപ്നം കണ്ടതോ ആയ കാര്യങ്ങൾ തന്നെയാണ് ഭരണഘടനയുടെ ആമുഖം സ്പഷ്ടമാക്കുന്നത്. അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ ഈ ഒരു ആശയം പറഞ്ഞത്. നാം ഇത്രയും കാലം ചിന്തിച്ചതോ സ്വപ്നം കണ്ടതോ ആയ കാര്യങ്ങൾ തന്നെയാണ് ഭരണഘടനയുടെ ആമുഖം സ്പഷ്ടമാക്കുന്നത്. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഒരു കിടലം കോഡ് ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ട്. പക്ഷേ നമുക്ക് പ്രൈവറ്റ് ക്ലാസ്സിലൊക്കെയാണ് പറയാറുണ്ട്. ഇപ്പം പബ്ലിക്കായിട്ടുള്ള ചാനലിൽ ദൈവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കോഡാണ്, നിരീശ്വരവാദത്തിൻ്റെ കോഡാണ്. പക്ഷേ അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല, കൃഷ്ണനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. സാധാരണ ഇങ്ങനത്തെയൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നത്. പക്ഷേ ഇത് ഇച്ചിരി ചിലപ്പം വിശ്വാസികൾക്ക് ചിലപ്പോൾ പിടിക്കത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും നാം ഇത്രയും കാലം ചിന്തിച്ചതോ സ്വപ്നം കണ്ടതോ ആയ കാര്യങ്ങൾ തന്നെയാണ് ഭരണഘടനയുടെ ആമുഖം സ്പഷ്ടമാക്കുന്നത് എന്ന് പറഞ്ഞത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ്. ആമുഖത്തിൽ
സംക്ഷിപ്തമായി അതിൻ്റെ ആശയങ്ങളും അഭിലാഷങ്ങളും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞേക്കുന്നത് കോക്ക സുബ്ബറാവു ആണ്. ആമുഖത്തിൽ സംക്ഷിപ്തമായി അതിൻ്റെ ആശയങ്ങളും അഭിലാഷങ്ങളും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞത് കോക്ക സുബ്ബറാവു. ആമുഖം അധികാരത്തിൻ്റെ ഉറവിടമോ അധികാരമില്ലായ്മയുടെ ഉറവിടമോ അല്ല എന്ന് പറഞ്ഞത് PB ഗജേന്ദ്ര ഗാഡ്കർ ആണ്. ഗജേന്ദ്ര ഗാഡ്കർ. ആമുഖം അധികാരത്തിൻ്റെ ഉറവിടമോ അതുപോലെ അധികാരമില്ലായ്മയുടെ ഉറവിടമോ അല്ല എന്ന് പറഞ്ഞത് PB ഗജേന്ദ്ര ഗാഡ്കർ. ഒരെണ്ണം കൂടിയുണ്ട്. ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോലും അവർ പരിഹരിക്കാൻ ഉദ്ദേശിച്ച കുഴപ്പങ്ങളുമാണ് ആമുഖം എന്ന് പറഞ്ഞത് ജെയിംസ് ഡയർ ആണ്. ജെയിംസ് ഡയർ. ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോല് അതുപോലെ അവർ പരിഹരിക്കാൻ ഉദ്ദേശിച്ച കുഴപ്പങ്ങളുമാണ് ആമുഖം എന്ന് പറഞ്ഞത് ജെയിംസ് ഡയർ ആണ്. അടുത്തത് സിറ്റിസൺഷിപ്പ് അഥവാ പൗരത്വം. പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഒരു ചിന്തയുണ്ട്, ഇപ്പം മറ്റ് രാജ്യങ്ങളുടെ വലിയ ഇംഗ്ലീഷ് കൺട്രികളുടെയും അതുപോലെ വേറെ രാജ്യങ്ങളുടെയൊക്കെ പൗരത്വം കിട്ടാനാണ് പാട്. ഇന്ത്യൻ പൗരത്വം ആർക്കും കിട്ടും, ഭയങ്കര എളുപ്പമാണ് എന്നൊരു ചിന്തയുണ്ട്. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ രാജ്യത്തിന് ഇന്ത്യൻ പൗരത്വം കിട്ടാനാണ് ഏറ്റവും പാട്. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ജന്മനാ ഇന്ത്യൻ പൗരന്മാരായതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ അങ്ങനെ അല്ലാത്ത ഒരാൾ, ഇപ്പോൾ മലയാളി ആണെങ്കിൽ പോലും മറ്റൊരു രാജ്യത്ത് ജനിച്ച ആളൊക്കെ ആണെങ്കിൽ ഇവിടെ ഇന്ത്യൻ പൗരത്വം കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. ഈ ABCD സിനിമയെ കണ്ടിട്ടില്ല, അമ്മാരെ ലാസ്റ്റ് ഇന്ത്യൻ പൗരന്മാരല്ലാത്തതുകൊണ്ട് അങ്ങ് ഡിപ്പോർട്ട് ചെയ്യുകയൊക്കെയാണ്. നല്ല പാടാണ് ഇന്ത്യൻ പൗരത്വം കിട്ടാൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇവിടെ കാണാതെ പഠിക്കുകയല്ല വേണ്ടത്, മനസ്സിലാക്കി പോവുകയാണ് വേണ്ടത്, ഇതിൻ്റെ രീതികളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന്. അതുകൊണ്ട് ഞാൻ ഓരോ പോയിന്റും പറയുമ്പോൾ മാക്സിമം ശ്രദ്ധിച്ചിരുന്ന് എന്താണെന്ന് മനസ്സിലാക്കി പോവുക. ഓക്കെ. സോ നമുക്ക് പൗരത്വം എന്താണ്, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വമാണ് പൗരത്വം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വമാണ് പൗരത്വം. ഈ പൗരത്വത്തെ പറ്റി അരിസ്റ്റോട്ടിൽ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിൻ്റെ പൗരൻ എന്ന് വിളിക്കാം എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം. ഇതാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി പൗരത്വം ഏത് ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിക്കാം. അത് 2ാം ഭാഗത്തിലാണ്. ഭരണഘടനയുടെ 2ാം ഭാഗത്തിലാണ് പൗരത്വം എന്ന ഭാഗം അല്ലെങ്കിൽ ആശയം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് എപ്പോഴും BSc പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, അതുകൊണ്ട് ഓർത്തിരിക്കാൻ വേണ്ടി ചെറിയൊരു കണക്ഷൻ ഞാൻ പറയാം. പൗരത്വം അഥവാ സിറ്റിസൺഷിപ്പ്. സിറ്റിയിൽ നമുക്ക് ട്രാഫിക്കിനിടയിലൂടെ പോകാൻ ഏറ്റവും നല്ലത് 2 വീലറാണോ 4 വീലറാണോ? നമുക്ക് നിസ്സംശയം പറയാം എല്ലാ വീലറിനേക്കാട്ടിലും നല്ലത് 2 വീലറാണ്. അത് ഇപ്പോൾ അത്യാവശ്യം ഗിയർലെസ് വണ്ടിയാണെങ്കിൽ ഏത് ഗിയറൊന്നും മാറാതെ ഇടയ്ക്കൂടെ തന്നെ എടുത്തുകൊണ്ട് പോവുക തന്നെ ചെയ്യാം. അപ്പോൾ 2 വീലറാണ് സിറ്റിയിലൂടെ പോകാൻ ഏറ്റവും നല്ലതെന്ന് ഓർത്ത് 2വിലേക്ക് എത്താമല്ലോ. സോ സിറ്റി 2 2 ഭാഗം. ഇന്ത്യൻ ഭരണഘടനയിൽ 2ാം ഭാഗത്തിലാണ് പൗരത്വത്തെ പറ്റി ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൗരത്വത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ 2ാം ഭാഗത്തിലാണ്. ഈ 2 എന്ന റോമൻ ലെറ്ററിലല്ലേ നമ്മൾ ഇതുപോലെയുള്ള ഭാഗങ്ങൾ എഴുതുമ്പോൾ എഴുതുന്നത് 2. ആ 2 റോമൻ ലെറ്റർ മാറ്റിയിട്ടൊന്ന് മാറ്റി അതുപോലെ തന്നെ റോമൻ ലെറ്റർ പോലെ തന്നെ എഴുതിയിട്ട് വേറൊരു രീതിയിൽ നമുക്കൊന്ന് നോക്കിയാൽ 11 എന്ന് വായിക്കാമല്ലോ. 11 5 മുതൽ 11 വരെ, അനുച്ഛേദം 5 മുതൽ 11 വരെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് അനുച്ഛേദം 5 മുതൽ 11 വരെ പ്രതിപാദിക്കുന്നു. അപ്പോൾ ആർട്ടിക്കിൾസ് 5 മുതൽ 11 വരെ ഭാഗം 2. ഇന്ത്യൻ ഭരണഘടനയിൽ 2ാം ഭാഗത്തിലാണ് പൗരത്വത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ 5 മുതൽ 11 വരെയാണ് ആർട്ടിക്കിൾസ്, അനുച്ഛേദം 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ്, ഭാഗം 2. ഓക്കെ. ഇനി ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് ഏക പൗരത്വമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കമ്മിറ്റി ഇന്ത്യക്ക് ഇരട്ട പൗരത്വം എന്ന ആശയമൊക്കെ മുന്നോട്ട് വെച്ചായിരുന്നു. അതൊക്കെ LM സിംഗ്വി കമ്മിറ്റിയാണത് മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് ഏക പൗരത്വമാണ് എന്നോർത്തിരിക്കുക. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് എങ്ങനെയുള്ള പൗരത്വമാണ്? ഏക പൗരത്വം, സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് ഏക പൗരത്വമാണ്. ആ ഏക പൗരത്വം, സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണെന്ന് ഓർത്തിരിക്കുക. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഇന്ത്യയിൽ ഈ ഇരട്ട പൗരത്വം, ഞാൻ നേരത്തെ പറഞ്ഞു, ഇരട്ട പൗരത്വം എന്ന ആശയം ഒരു കമ്മിറ്റി മുന്നോട്ട് വെച്ചായിരുന്നു. അത് LM സിംഗ്വി കമ്മിറ്റിയാണ്. LM സിംഗ്വി കമ്മിറ്റിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത് LM സിംഗ്വി കമ്മിറ്റി. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത് LM സിംഗ്വി കമ്മിറ്റി. ഒരു വിദേശിക്ക് 7 വർഷം ഇന്ത്യയിൽ താമസിച്ചതിന് ശേഷം രജിസ്ട്രേഷനിലൂടെ ഇന്ത്യയിൽ പൗരത്വത്തിന് അപേക്ഷിക്കാം. അപ്പോൾ എത്ര വർഷമാണ് ഒരു വിദേശി പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ താമസിക്കേണ്ടതെന്ന് ചോദിച്ചാൽ 7 വർഷമാണ്. 7 വർഷം. നമ്മൾ 2ാം ഭാഗത്തിലാണ് പൗരത്വം ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. 2 റോമൻ ലെറ്ററിലാണല്ലോ എഴുതുന്നത്. റോമൻ ലെറ്ററിലെ ഒരു
ആ വര മാത്രം അതുപോലെ നിർത്തിയിട്ട് മറ്റേ വര ഇങ്ങനെ മുകളിലോട്ട് തിരിച്ച് ആ മറ്റേ ആദ്യത്തെ വരയുടെ മുകളിലോട്ട് വെക്കുകയാണെങ്കിൽ 7 എന്ന് വായിക്കാമല്ലോ. സോ ഒന്ന് ബുദ്ധിപരമായിട്ട് മനസ്സിൽ ആ വരകളൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് 7ലേക്ക് കണക്റ്റ് ആവുമല്ലോ. 7 വർഷം ഇന്ത്യയിൽ താമസിച്ചതിന് ശേഷം രജിസ്ട്രേഷനിലൂടെ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാമെന്ന് മനസ്സിലാക്കി പോവുക. എന്തെങ്കിലും ഒരു ചെറിയൊരു ബന്ധമാണെങ്കിലും പറഞ്ഞു പോകുന്നത് നിങ്ങൾ പരീക്ഷാ സമയത്ത് നമ്പറുകൾ മറന്നു പോയാലും ഓർത്തിരിക്കാൻ വേണ്ടിയാട്ടോ. അപ്പോൾ ഒരു വിദേശിക്ക് 7 വർഷം ഇന്ത്യയിൽ താമസിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഒരു വിദേശിക്ക് 7 വർഷം ഇന്ത്യയിൽ താമസിച്ചതിന് ശേഷം രജിസ്ട്രേഷനിലൂടെ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാം. നമുക്കൊന്നും രജിസ്ട്രേഷൻ ഇല്ല, നമ്മളൊക്കെ ജന്മനാ ഇന്ത്യൻ പൗരന്മാരാണ്, നാച്ചുറലായിട്ട് ഇന്ത്യൻ പൗരന്മാരാണ്. ഓക്കെ, ഒരു ഇന്ത്യൻ പൗരൻ ഏതെങ്കിലും വിദേശ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് സമ്പാദിക്കുകയാണെങ്കിൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം ഇല്ലാതാകുമെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും വേറൊരു രാജ്യത്ത് പോയി അവിടുത്തെ പാസ്പോർട്ട് സ്വന്തമാക്കിയാൽ ഇവിടുത്തെ ഇന്ത്യൻ പൗരത്വം പോയെന്ന് ഓർത്താൽ മതി. അപ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ ഏതെങ്കിലും വിദേശ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് സമ്പാദിക്കുകയാണെങ്കിൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം ഇല്ലാതാകും. പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസ്സാക്കാൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൗരത്വം എന്ന വാക്ക് ആരംഭിക്കുന്നതും പായിലാണ്, പാർലമെൻറ്റ് എന്ന വാക്ക് ആരംഭിക്കുന്നതും പായിലാണ്. സോ വെച്ച് കണക്ട് ചെയ്യാം. പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസ്സാക്കാൻ ആർക്കാണ് അധികാരമുള്ളതെന്ന് ചോദിച്ചിട്ട് സുപ്രീം കോടതി, പാർലമെൻറ്റ്, അതുപോലെ പ്രസിഡൻറ്റ്, അങ്ങനെ പല രീതിയിൽ കുഴച്ചൊക്കെ ചോദിക്കാം. അപ്പോൾ പാർലമെൻറ്റാണ്. ഇപ്പോൾ പ്രസിഡൻ്റ് ഒന്നും വരത്തില്ല, പാർലമെൻറ്റ്, പൗരത്വം, പാർലമെൻറ്റ്, പ്രസിഡൻറ്റ് വേണ്ട, രണ്ടും അതും പായാണല്ലോ, അവിടെ ഒരു കൺഫ്യൂഷൻ വരുമല്ലോ. പൗരത്വത്തെ നിയമമാകുന്നത് എന്തായാലും പ്രസിഡന്റ് ഒപ്പുവെക്കുമ്പോഴാണല്ലോ. സോ പാർലമെൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് തന്നെയല്ലേ. പ്രസിഡന്റ് എല്ലാ നിയമമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അതല്ലെന്ന് ഉറപ്പിക്കാം. പാർലമെൻറ്റ്, പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസ്സാക്കാൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണെന്ന് ഓർത്തിരിക്കുക, സുപ്രീം കോടതിക്കൊന്നുമല്ല. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 1955, 1955. ഇന്ത്യൻ പൗരത്വ നിയമം 1955. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 1955 ഓർത്തിരിക്കുക. ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിലാണ്. ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ ഗവൺമെൻറ്റിലാണ്. ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിലാണെന്ന് ഓർത്തിരിക്കുക. 1955 ഇന്ത്യൻ പൗരത്വ നിയമത്തിൽ വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള മാർഗങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള മാർഗം രജിസ്ട്രേഷനാണ്. ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള മാർഗം രജിസ്ട്രേഷൻ വഴിയാണ്. അതുപോലെ പൗരത്വത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. സ്വാഭാവിക പൗരത്വവും അതുപോലെ ആർജിത പൗരത്വവും. നമ്മുടെയൊക്കെ നാച്ചുറൽ സിറ്റിസൺഷിപ്പ് അല്ലേ, അഥവാ സ്വാഭാവിക പൗരത്വം. ജന്മനാ നമ്മൾ ഇന്ത്യൻ പൗരന്മാർ തന്നെയാണ്. അങ്ങനെ ആ രീതിയിൽ രണ്ട് രീതിയിൽ പൗരത്വത്തെ തരംതിരിക്കാം. സ്വാഭാവിക പൗരത്വവും ആർജിത പൗരത്വവും. ഇപ്പോൾ ജന്മനാ ഇവിടെ ജനിക്കാത്ത ഒരാൾ പിൽക്കാലത്ത് ഇവിടെ ഇന്ത്യയിൽ 7 വർഷത്തിൽ കൂടുതലൊക്കെ താമസിച്ച് അങ്ങനെ ഇന്ത്യൻ പൗരനായി മാറിയ ഒരാൾ എന്തായാലും സ്വാഭാവികമായി പൗരനായ വ്യക്തിയല്ലല്ലോ. പിന്നീട് അയാൾ 7 വർഷമൊക്കെ താമസിച്ചതിന് വേണ്ടി അപേക്ഷിച്ച് അങ്ങനെയൊക്കെയല്ലേ പൗരനായത്. അപ്പോൾ ആ രീതിയിൽ പൗരന്മാരായവരാണ് ആർജിത പൗരത്വം നേടിയെടുക്കുന്നത്. ഇപ്പോൾ ജന്മനാ ലഭിക്കുന്ന പൗരത്വമാണ് സ്വാഭാവിക പൗരത്വം. ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമാനുസൃത നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരാൾ നേടുന്ന പൗരത്വമാണ് ആർജിത പൗരത്വം. ഈ മദർ തെരേസയൊക്കെ ആർജിത പൗരത്വമാണ് നേടിയെടുത്തത്. ചിരകാല അധിവാസം മുഖേന കുറേ കാലം താമസിച്ചുകൊണ്ട് 1951 ഇന്ത്യൻ പൗരത്വം നേടിയ വ്യക്തിയാണ് മദർ തെരേസ. ഇന്ത്യൻ പൗരത്വം നേടിയത് 1951. അഗതികളുടെ അമ്മ എന്നൊക്കെയാണ് മദർ തെരേസ അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്നത് മദർ തെരേസയാണ്. ആർജിത പൗരത്വമാണ് മദർ തെരേസ നേടിയെടുത്തത്. അപ്പോൾ ജന്മനാൽ ലഭിക്കുന്നത് സ്വാഭാവിക പൗരത്വം. ഓരോ നിയമ നടപടിക്രമങ്ങളിലൂടെ നമ്മുടെ രാജ്യം പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ നിയമം പറഞ്ഞിരിക്കുന്ന നിയമ നടപടിക്രമങ്ങളിലൂടെ നേടിയെടുക്കുന്നതാണ് ആർജിത പൗരത്വമെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിൽ പൗരത്വം, സ്വാഭാവിക പൗരത്വവും ആർജിത പൗരത്വവും. ഇനി പൗരത്വം നേടിയെടുക്കുന്നതിന് കുറച്ച് രീതികളുണ്ട്. പാർലമെൻറ്റിൽ പാസ്സാക്കിയ 1955 പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം. 5 രീതിയിൽ. ഓക്കെ, പല കോഡുകൾ അതിന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഇന്നിവിടെ ഒരു പുതിയ കോഡ് പറയുകയാണ്. ബൈ ബർത്ത്, ബൈ ഡിസെൻറ്റ്, ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ, ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഇങ്ങനെ 5 രീതിയിലാണ്. എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. 5 രീതിയിലാണ് ഒരാൾക്ക് പൗരത്വം നേടിയെടുക്കാൻ പറ്റുന്നത്. ബി ഡി വലിച്ചാൽ ഒരു സെക്കൻഡ് പറഞ്ഞ പോയിൻ്റ് ബി ഡി വലിച്ചതിന് റജിയെ നാട്ടുകാരെല്ലാം കൂടി തെറി പറഞ്ഞെന്ന് ഓർത്തേ. ബി ഡി വലിച്ചതിന് റജിയെ നാട്ടുകാർ തെറി പറഞ്ഞു. അപ്പോൾ ബീഡി വലിച്ചെങ്കിൽ കഞ്ചാവ് ബീഡിയൊക്കെ ആയിരിക്കുമല്ലോ വലിച്ചത്. അപ്പോൾ ഇതില്ലെങ്കിൽ തെറി പറയത്തൊന്നുമില്ല. ബിയിൽ നിന്ന് ബർത്ത്, ഡിയിൽ നിന്ന് ഡിസെൻറ്റ്, റജിയെ രജിസ്ട്രേഷൻ, നാട്ടുകാർ, നാച്ചുറലൈസേഷൻ,
ടെറിറ്ററി, ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിറ്ററി, അങ്ങനെ 5 രീതിയിൽ. ആ ഒരു സെൻറ്റൻസ് ഓർത്താൽ ആദ്യമായിട്ട് PSC പഠിക്കുന്നവർക്കൊക്കെ ചെറുതായിട്ട് കണക്ട് ചെയ്യാമല്ലോ. ബൈ ബർത്ത്, ബൈ ഡിസെൻറ്റ്, ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ, ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിറ്ററി. BD വലിച്ചാൽ ബൈ ബർത്ത്, ബൈ ഡിസെൻറ്റ് BD, ബർത്ത് ഡിസെൻറ്റ്, രജിസ്ട്രേഷൻ നാട്ടുകാർ, നാച്ചുറലൈസേഷൻ നാട്ട്, നാച്ചുറലൈസേഷൻ ഇംഗ്ലീഷ് ലെറ്റർ വെച്ച് ഓർത്താൽ മതി. തെറി പറഞ്ഞു, ടെറിറ്ററി, ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിറ്ററി. ഇങ്ങനെ 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം. ഞാനൊന്ന് എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. ബൈ ബർത്ത് എന്ന് പറഞ്ഞാൽ ജന്മസിദ്ധമായ പൗരത്വം, ജന്മനാ കിട്ടുന്ന സംഭവം, അതാണ് ബൈ ബർത്ത്. ബൈ ബർത്ത് എന്ന് പറയുന്നത് ജന്മസിദ്ധമായ പൗരത്വം. പിന്നെ ബൈ ഡിസെൻറ്റ് എന്ന് പറയുന്നത് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. ബൈ ഡിസെൻറ്റ് എന്ന് പറയുന്നത് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. ബൈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. ബൈ നാച്ചുറലൈസേഷൻ ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം. ബൈ നാച്ചുറലൈസേഷൻ ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം. പിന്നെ ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി എന്ന് പറയുന്നത് പ്രദേശ സംയോജനം വഴിയുള്ള പൗരത്വം. ഏതെങ്കിലുമൊക്കെ ഭാഗം ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അവർക്കും കിട്ടും പ്രദേശ സംയോജനം വഴിയുള്ള പൗരത്വമാണ് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. അപ്പോൾ 55 പൗരത്വ നിയമം അനുസരിച്ച് 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം. ബൈ ബർത്ത്, ബൈ ഡിസെൻറ്റ്, ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ, ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഓക്കെ, ഇനി ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാമെന്ന് ചോദിച്ചാൽ 3 രീതിയിലാണ്. റിനൗൺസിയേഷൻ, ടെർമിനേഷൻ, ഡിപ്രീവേഷൻ. പൗരത്വം സ്വമേധയാ ഉപേക്ഷിക്കൽ, പൗരത്വം നിർത്തലാക്കൽ, അതുപോലെ പൗരത്വാപഹരണം, ഡിപ്രീവേഷൻ. ഓക്കെ, അപ്പം 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. റിനൗൺസിയേഷൻ, ടെർമിനേഷൻ, ഡിപ്രീവേഷൻ. റിനൗൺസിയേഷൻ, ടെർമിനേഷൻ, ഡിപ്രീവേഷൻ. പൗരത്വം സ്വമേധയാ ഉപേക്ഷിക്കലാണ് പരിത്യാഗം, അതാണ് റിനൗൺസിയേഷൻ. പൗരത്വം സ്വമേധയാ ഉപേക്ഷിക്കൽ, അതുപോലെ പൗരത്വം നിർത്തലാക്കൽ അഥവാ ടെർമിനേഷൻ, പൗരത്വാപഹരണം അഥവാ ഡിപ്രീവേഷൻ. പൗരത്വാപഹരണം അഥവാ ഡിപ്രീവേഷൻ. ഈ 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. പൗരത്വം നഷ്ടപ്പെടുന്നതും പൗരത്വം ലഭിക്കുന്നതുമായിട്ടുള്ള രീതികളെല്ലാം പഠിച്ചു തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ജന്മസിദ്ധമായി ഒക്കെ പൗരത്വം ലഭിക്കുമെന്ന്. ജന്മസിദ്ധമായ പൗരത്വം എല്ലാവർക്കും ഒന്നും അങ്ങനെ ഇപ്പം ഇന്ത്യയിൽ ജനിച്ച അപ്പോൾ ഉടനെ പൗരത്വം ഒന്നും ലഭിക്കത്തൊന്നുമില്ല. കുറേ കാര്യങ്ങളും അതുപോലെ ക്രൈറ്റീരിയാസും ഒക്കെ അതുമായി ബന്ധപ്പെട്ടുമുണ്ട്. അപ്പോൾ അതാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു വ്യക്തിക്ക് ജന്മസിദ്ധമായ പൗരത്വം വഴി ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാവുന്നതിനുള്ള നിബന്ധനകളാണ് ഇനി പറയുന്നത്. 1950 ജനുവരി 26 അതിന് ശേഷമോ, എന്നാൽ 1987 ജൂലൈ 1 ഡേറ്റുകൾ ഓർത്തിരിക്കുക. ജനുവരി 26, 1950 ജനുവരി 26 അതിന് ശേഷമോ, എന്നാൽ 1987 ജൂലൈ 1 മുൻപോ ഇന്ത്യയിൽ ജനിച്ച എല്ലാ വ്യക്തികൾക്കും, ജനിച്ച ആരായാലും എവിടെയെങ്കിലും ഇന്ത്യയിൽ ജനിച്ചതാണെങ്കിൽ അവർക്കെല്ലാം അവരുടെ മാതാപിതാക്കളുടെ പൗരത്വം ഒന്നും നോക്കാതെ തന്നെ ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരായി അവരെ കണക്കാക്കപ്പെടുന്നു. 2 ഡേറ്റുകൾ 1950 ജനുവരി 26 അന്നേ ദിവസമോ, 1950 ജനുവരി 26 അതിനുശേഷമോ, എന്നാൽ എവിടം വരെയാണ് 87 ജൂലൈ 1 വരെ. 1950 ജനുവരി 26 മുതൽ 1987 ജൂലൈ 1 മുമ്പ് വരെ, ജൂലൈ 1 മുൻപോ ഇന്ത്യയിൽ ജനിച്ച എല്ലാ വ്യക്തികൾക്കും അവരുടെ മാതാപിതാക്കളുടെ പൗരത്വം പരിഗണിക്കാതെ തന്നെ ഇന്ത്യൻ പൗരന്മാരായി അവരെ കണക്കാക്കപ്പെടുന്നുവെന്ന് അറിഞ്ഞിരിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് രൂപേണയുള്ള ചോദ്യങ്ങളൊന്ന് വളച്ച് ചോദിച്ചാലും ഈ ഒരു കാര്യം അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് എഴുതാമല്ലോ. ഡേറ്റുകൾ ഏതൊക്കെയാണ്? 50 ജനുവരി 26, 1950 ജനുവരി 26 അതിന് ശേഷമോ, എന്നാൽ 1987 ജൂലൈ 1 മുൻപോ ജനിച്ച വ്യക്തിയാണെങ്കിൽ, ഇന്ത്യയിലാണ് ജനിച്ചതെങ്കിൽ മാതാപിതാക്കളൊക്കെ എവിടുത്തുകാരായാലും പൗരത്വം ലഭിക്കും. ഓക്കെ, ഈ 87 ജൂലൈ 1 ശേഷം ജനിച്ചവരുടെ കാര്യങ്ങളാണ്. 87 ജൂലൈ 1 അതിനുശേഷമോ, 87 ജൂലൈ 1 അതിനുശേഷമോ, എന്നാൽ 2004 ഡിസംബർ 3 മുൻപോ ഇന്ത്യയിൽ ജനിച്ചവർക്ക്. രണ്ടാമത്തെ പോയിൻറ്റിൻ്റെ ഡേറ്റുകൾ എവിടെ തൊട്ടാണ്? 87 ജൂലൈ 1 തൊട്ട് 87 ജൂലൈ 1 അതിനുശേഷമോ, എന്നാൽ 2004 ഡിസംബർ 3 മുമ്പ്, 2004 ഡിസംബർ 3 മുൻപോ ഇന്ത്യയിൽ ജനിച്ചവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ അവരുടെ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും അയാളുടെ ജനന സമയത്ത് ഇന്ത്യൻ പൗരൻ ആയിരിക്കണം. അപ്പം രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1987 ജൂലൈ 1 അതിന് ശേഷമോ, എന്നാൽ 2004 ഡിസംബർ 3 മുൻപോ ഇന്ത്യയിൽ ജനിച്ചവർക്ക് അവരുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യൻ പൗരത്വം ലഭിക്കത്തുള്ളൂ. 1987 ജൂലൈ 1 അതിന് ശേഷമോ, എന്നാൽ 2004 ഡിസംബർ 3 മുൻപോ ഇന്ത്യയിൽ ജനിച്ചവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ അവരുടെ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും അയാളുടെ ജനന സമയത്ത് ഇന്ത്യൻ പൗരനായിരുന്നിരിക്കണം. അയാളുടെ ജനന സമയത്ത് ഇന്ത്യൻ പൗരനായിരിക്കണമെങ്കിൽ
മാത്രമേ ഉള്ളൂ പൗരത്വം ലഭിക്കത്തുള്ളൂ. ഇനി 2004 ഡിസംബർ 3-നോ അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ച ഒരാൾക്ക് 2004 ഡിസംബർ 3-നോ അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ച ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കൾ രണ്ടുപേരും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. നേരത്തെ ഒരാളുടെ വരെ പറഞ്ഞു, ഇപ്പോൾ രണ്ടുപേരും 2004 ഡിസംബർ 3-നോ അതിനുശേഷമോ ആണെങ്കിൽ 2004 ഡിസംബർ 3-നോ അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ച ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കൾ രണ്ടുപേരും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. അതുപോലെ അല്ലെങ്കിൽ ഒരാൾ ഇന്ത്യൻ പൗരനും മറ്റേയാൾ കുഞ്ഞ് ജനിക്കുന്ന സമയം ഇന്ത്യയിലേക്ക് നിയമവിരുദ്ധമായി കുടിയേറിയതുമാകരുത്. ഒരാൾ ഇന്ത്യൻ പൗരനാകണം, രണ്ടാമത്തെ വ്യക്തി നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കുടിയേറിയ വ്യക്തിയും ആകരുത്. നിയമാനുസൃതമായിട്ടുള്ള മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2004 ഡിസംബർ 3-ന് ശേഷമാണെങ്കിൽ ഇന്ത്യയിൽ ജനിച്ച ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കൾ രണ്ടുപേരും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. അല്ലെങ്കിൽ ഒരാൾ ഇന്ത്യൻ പൗരനും മറ്റേയാൾ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഇന്ത്യയിലേക്ക് നിയമവിരുദ്ധമായി കുടിയേറിയതും ആകരുത്. അങ്ങനെയുണ്ടെങ്കിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാരായി കണക്കാക്കപ്പെടുന്നവർ, നിയമാനുസൃതമായ പാസ്പോർട്ടും മറ്റ് യാത്രാരേഖകളും ഇല്ലാത്തവർ, അതുപോലെ നിയമാനുസൃതമായ പാസ്പോർട്ടും മറ്റ് യാത്രാരേഖകളും ഉണ്ടെങ്കിലും അനുവദനീയമായ കാലാവധിക്ക് ശേഷവും ഇന്ത്യയിൽ തുടരുന്നവർ, എന്ന് വെച്ചാൽ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ നിന്നാൽ അനധികൃത കുടിയേറ്റക്കാരായി കണക്കാക്കുമെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ ഒരു ജന്മസിദ്ധവുമായ പൗരത്വവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. ഇനി ചിരകാല അധിവാസം മുഖേന 1989 ഇന്ത്യൻ പൗരത്വം നേടിയ വ്യക്തിയാണ് ലാറി ബേക്കർ. 1989 ചിരകാല അധിവാസം മുഖേന 1989 ഇന്ത്യൻ പൗരത്വം നേടിയ വ്യക്തിയാണ് ലാറി ബേക്കർ. വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ലാറി ബേക്കർ. വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നാണ് ലാറി ബേക്കർ അറിയപ്പെടുന്നത്. ഇന്ത്യൻ പൗരന് മാത്രം ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. മറ്റാർക്കും ലഭിക്കാത്ത ഒരു ഇന്ത്യൻ പൗരന് മാത്രം ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ. രാഷ്ട്രീയ അവകാശം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തന്നെ വോട്ട് ചെയ്യുന്നുള്ള നമുക്ക് കണക്കാക്കാമല്ലോ. വോട്ട് ചെയ്യാനുള്ള അവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം. ഏതൊക്കെയാണ്? വോട്ട് ചെയ്യാനുള്ള അവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള. അടുത്തത് പൗരത്വ ഭേദഗതി നിയമം. 2019 പൗരത്വ ഭേദഗതി നിയമമാണ്. റീസെൻ്റ് ആയതുകൊണ്ട് തന്നെ കറണ്ട് അഫേഴ്സിൻ്റെ ഭാഗത്ത് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാം, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. 2014 ഡിസംബർ 31-നോ അതിനു മുൻപോ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്നവർ മതപീഡനം മൂലമാണ് ഇന്ത്യയിലേക്ക് കുടിയേറിയതെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്ന നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം. അപ്പം ഡേറ്റ് ഏതാണ്? 2014 അവസാന ദിവസം. 2014 ഡിസംബർ 31-നോ അതിനു മുൻപോ 2014 ഡിസംബർ 31-നോ അതിനു മുൻപോ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ, ഏതൊക്കെയാണ് രാജ്യങ്ങൾ? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്നവർ. ആ ന്യൂനപക്ഷത്തിന് ഒരു പ്രത്യേക ലിസ്റ്റ് മതങ്ങൾ കൊടുത്തിട്ടുണ്ട്. ന്യൂനപക്ഷ മതങ്ങൾ ഹിന്ദു, സിഖ്, ബുദ്ധ, ജെയിൻ, പാഴ്സി, ക്രിസ്ത്യൻ. ഹിന്ദു, സിഖ്, ബുദ്ധ, ജെയിൻ, പാഴ്സി, ക്രിസ്ത്യൻ എന്നീ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്നവർ മതപീഡനം മൂലമാണ് ഇന്ത്യയിലേക്ക് കുടിയേറിയതെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്ന നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം 2019. ഓക്കെ. 1955 പൗരത്വ നിയമത്തിലെ സെക്ഷൻ 2, സെക്ഷൻ 18, സെക്ഷൻ 7D അതുപോലെ 3-ാം ഷെഡ്യൂൾ എന്നിവയാണ് ഭേദഗതി ചെയ്തത്. ഈ പൗരത്വ ഭേദഗതി നിയമപ്രകാരം ഭേദഗതി ചെയ്തത് 55 പൗരത്വ നിയമത്തിലെ സെക്ഷൻ 2, സെക്ഷൻ 18, 7D അതുപോലെ 3-ാം ഷെഡ്യൂൾ. സെക്ഷൻ 2, സെക്ഷൻ 18, സെക്ഷൻ 7D, 3-ാം ഷെഡ്യൂൾ എന്നിവയാണ് ഭേദഗതി ചെയ്തത്. ഇതുകൂടാതെ സെക്ഷൻ 6B പുതിയതായി കൂട്ടിച്ചേർത്തു. സെക്ഷൻ 6B പുതിയതായി കൂട്ടിച്ചേർത്തു എന്നും അറിഞ്ഞിരിക്കുക. 1955 പൗരത്വ നിയമത്തിലെ സെക്ഷൻ 2, സെക്ഷൻ 18, സെക്ഷൻ 7D അതുപോലെ 3-ാം ഷെഡ്യൂൾ ഇവയെല്ലാം ഭേദഗതി ചെയ്തു. സെക്ഷൻ 6B പുതിയതായി കൂട്ടിച്ചേർത്തു. 3-ാം ഷെഡ്യൂൾ ഭേദഗതി ചെയ്തെന്ന് പറഞ്ഞല്ലോ. അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ കുടിയേറ്റക്കാർ 11 വർഷം ഇന്ത്യയിൽ താമസിച്ചിരിക്കണം എന്നുള്ളത് 5 വർഷമായി കുറച്ചു. അങ്ങനെയാണ് 3-ാം ഷെഡ്യൂൾ ഭേദഗതി ചെയ്തത്. 3-ാം ഷെഡ്യൂൾ ഭേദഗതി ചെയ്ത പ്രകാരം പൗരത്വം ലഭിക്കണമെങ്കിൽ കുടിയേറ്റക്കാർ 11 വർഷം ഇന്ത്യയിൽ താമസിച്ചിരിക്കണം എന്നുള്ളത് 5 വർഷമായിട്ട് കുറച്ചു. അപ്പോൾ 11 വർഷം താമസിക്കേണ്ട, 5 വർഷം താമസിച്ചാൽ മതി. അതാണ് 3-ാം ഷെഡ്യൂൾ ഭേദഗതി ചെയ്തതിലൂടെ ഇവർ ചെയ്തത്. ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ കുടിയേറ്റക്കാർ 11 വർഷം ഇന്ത്യയിൽ താമസിച്ചിരിക്കണം എന്നുള്ളത് 5 വർഷമായി കുറച്ചു. സെക്ഷൻ 2, സെക്ഷൻ 18, സെക്ഷൻ 7D അതുപോലെ 3-ാം ഷെഡ്യൂൾ എന്നിവ ഭേദഗതി ചെയ്തു. 6B കൂട്ടിച്ചേർത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് പൗരത്വ ഭേദഗതി ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് പൗരത്വ ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഡേറ്റുകളാണ് പറയാൻ പോകുന്നത്.
2019 ഡിസംബർ 10 പൗരത്വ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി, ഡിസംബർ 11 രാജ്യസഭ പാസാക്കി, ഡിസംബർ 12 പ്രസിഡന്റ് ഒപ്പുവെച്ചു. അതുപോലെ ജനുവരി 10 2020 ജനുവരി 10 ഇത് നിലവിൽ വന്നു. ഡേറ്റുകൾ ഡിസംബർ ആദ്യത്തെ ഓർത്തിരുന്നില്ല, പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള 3 ഡേറ്റാണ്. 2019 ഡിസംബർ 10 2019 ഡിസംബർ 10 ലോക്സഭ, 2019 ഡിസംബർ 11 രാജ്യസഭ, 12 പ്രസിഡന്റ് ഒപ്പുവെച്ചു. ഇപ്പോൾ ഡിസംബർ 10 ലോക്സഭ പാസാക്കി, ഡിസംബർ 11 രാജ്യസഭ പാസാക്കി, ഡിസംബർ 12 പ്രസിഡന്റ് ഒപ്പുവെച്ച പ്രസിഡന്റ് രാംനാഥ് കോവിന്ദാണ്. ആ സമയത്ത് രാംനാഥ് കോവിന്ദാണല്ലോ. ഇത് നിലവിൽ വന്നത് 2020 ജനുവരി 10 നിലവിൽ വന്നത് 2020 ജനുവരി 10. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനായി അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനായി അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശാണെന്ന് ഓർത്തിരിക്കുക. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് അഭിനന്ദന പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഗോവ. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് അഭിനന്ദന പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഗോവയാണ്. അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. രണ്ടാമത് പഞ്ചാബ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളം, രണ്ടാമത് പഞ്ചാബ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. അതുപോലെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. CAA, NRC, NPR എന്നിവയ്ക്കെതിരെ സംയുക്ത പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാൻ. CAA, NRC, NPR. CAA, NRC, NPR എന്നിവയ്ക്കെതിരെ സംയുക്ത പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ. NRC അഥവാ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് നടപ്പാക്കുന്നതിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ NDA ഭരണത്തിലുള്ള സംസ്ഥാനം ബീഹാറാണ്. പ്രധാനപ്പെട്ട പോയിന്റാണ്. NRC നടപ്പാക്കുന്നതിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ NDA ഭരണത്തിലുള്ള സംസ്ഥാനം ബീഹാറാണെന്ന് ഓർത്തിരിക്കുക. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയാണ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല. കാലടിയിലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല. അപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല, കാലടി. ഓക്കെ, ഇനി 55 പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തിയ വർഷങ്ങളാണ് പറയാൻ പോകുന്നത്. 57, 60, 85, 86, 92, 2003, 2005, 2015, 2019. പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തിയ വർഷങ്ങൾ 57, 60, 85, 86, 92, 2003, 2005, 2015, 2019. അപ്പോൾ ഞാൻ കുറേ സംസ്ഥാനങ്ങളും പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. മീൻസ് ഡയറക്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട പോയിന്റുകൾ അത് പഠിച്ച് തന്നെ പോകണം. ഒന്നുകൂടെ ഒന്ന് വേഗം പറഞ്ഞു പോകാം. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിനായി അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് അഭിനന്ദന പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഗോവ. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളം, രണ്ടാമത് പഞ്ചാബ്. അതുപോലെ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. CAA, NRC, NPR എന്നിവയ്ക്കെതിരെ സംയുക്ത പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ്. NRC നടപ്പാക്കുന്നതിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ NDA ഭരണത്തിലുള്ള സംസ്ഥാനം ബീഹാറാണ്. അതുപോലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല, കാലടി. ഈ സർവകലാശാലയാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സർവകലാശാല. ഓക്കെ, അടുത്തത് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡും അതുപോലെ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇരട്ട പൗരത്വം അനുവദനീയമല്ല. ഇന്ത്യക്കാർക്ക് ഇരട്ട പൗരത്വം പറ്റത്തില്ല എന്ന് നമ്മൾ പഠിച്ചു. ഇന്ത്യൻ സമ്പാദ്യം ഇന്ത്യയുടെ വികസനത്തിന് പ്രയോജനപ്പെടുത്തുന്നതിന് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് എന്ന ആശയം 2004 ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചു, അല്ലെങ്കിൽ രൂപം നൽകി. ഇന്ത്യൻ വംശജരുടെ സമ്പാദ്യം ഇന്ത്യയുടെ വികസനത്തിന് പ്രയോജനപ്പെടുത്തുന്നതിന് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് എന്ന ആശയത്തിന് ഇന്ത്യ ഗവൺമെൻറ് 2004 രൂപം നൽകി. ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് 2004. അപ്പോൾ ഈ ഒരു ഇത് പ്രകാരം ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് പ്രകാരം 1955 പൗരത്വ നിയമം ഭേദഗതി ചെയ്തിട്ട് 16 രാജ്യങ്ങളിലെ ഇന്ത്യൻ വംശജർക്ക് OCI കാർഡ് നൽകുകയുണ്ടായി. 2004 ഈ ഒരു പുതിയ നിയമമാറ്റ പ്രകാരം 55 പൗരത്വ നിയമം ഭേദഗതി ചെയ്തിട്ട് 16 രാജ്യങ്ങളിലെ ഇന്ത്യൻ വംശജർക്ക് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് നൽകി. OCI കാർഡ് പദ്ധതിക്ക് മുൻപ് നിലവിൽ വന്ന പദ്ധതിയാണ് 1999
1999 ആരംഭിച്ച പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ അഥവാ PIO കാർഡ് പദ്ധതി. അപ്പോൾ OCI കാർഡ് പദ്ധതി 2004, PIO കാർഡ് പദ്ധതി 99. OCI കാർഡ് പദ്ധതിക്ക് മുൻപ് നിലവിൽ വന്ന പദ്ധതിയാണ് 1999 ആരംഭിച്ച പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ് പദ്ധതി. 1999 മാർച്ച് 30 ആരംഭിച്ച PIO കാർഡ് പദ്ധതി 2002 സെപ്റ്റംബർ 15 പ്രാബല്യത്തിൽ വന്നു. ഇത് 2015 ജനുവരി 9 PIO കാർഡ് പദ്ധതിയും OCIയിൽ ലയിച്ചു. PIO കാർഡ് പദ്ധതി 2015 ജനുവരി 9 OCIയിൽ ലഭിച്ചു. അപ്പോൾ OCI കാർഡ് പദ്ധതിക്ക് മുമ്പ് നിലവിൽ വന്ന പദ്ധതിയാണ് 99 PIO കാർഡ് പദ്ധതി. 99 മാർച്ച് 30 ആരംഭിച്ച PIO കാർഡ് പദ്ധതി 2002 സെപ്റ്റംബർ 15 പ്രാബല്യത്തിൽ വന്നു. 2002 സെപ്റ്റംബർ 15 പ്രാബല്യത്തിൽ വന്നു. 2015 ഇത് OCIയിൽ ലയിപ്പിച്ചു. 2015 ജനുവരി 9 PIO പദ്ധതി OCIയിൽ ലയിപ്പിച്ചു. അപ്പോൾ 99 PIO, അതുപോലെ 2004 OCI, 2015 PIO OCIയിൽ ലയിപ്പിച്ചു. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസമൊക്കെയാണ് ജസ്റ്റ് പറയാൻ പോകുന്നത്, ഒന്ന് മനസ്സിലാക്കി പോവുക. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനായി പരിഗണിക്കപ്പെടുന്നവരാണ് താഴെ പറയുന്നവർ: പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇറാൻ, ചൈന, ഭൂട്ടാൻ, ശ്രീലങ്ക, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഒഴികെയുള്ള പൗരന്മാർ. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ്റെ ആയി കണക്കാക്കപ്പെടുന്ന പേഴ്സൺ ഓഫ് PIO കാർഡ് ലഭിക്കുന്ന ആളുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇറാൻ, ചൈന, ഭൂട്ടാൻ, ശ്രീലങ്ക, നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ നിന്നൊഴികെയുള്ള പൗരന്മാർ. പിന്നെ മാതാപിതാക്കളോ അവരുടെ 2 തലമുറയിൽപ്പെട്ട പൂർവികരോ ഇന്ത്യൻ പൗരന്മാരായിരുന്ന വ്യക്തികൾ. മാതാപിതാക്കളോ അവരുടെ 2 തലമുറയിൽപ്പെട്ട പൂർവികരോ ഇന്ത്യൻ പൗരന്മാരായിരുന്ന വ്യക്തികൾ. ഒരു ഇന്ത്യൻ പൗരൻ്റെയോ അല്ലെങ്കിൽ PIOയുടെയോ ഭാര്യാഭർത്താക്കന്മാർ. ഒരു ഇന്ത്യൻ പൗരൻ്റെയോ അല്ലെങ്കിൽ PIOയുടെയോ ഭാര്യാഭർത്താക്കന്മാർ. ഇവർക്കൊക്കെ PIO കാർഡ് അല്ലെങ്കിൽ ഈ ഒരു കാർഡ് ലഭിക്കാൻ പരിഗണിക്കപ്പെടും ഇവരെയൊക്കെ. അപ്പോൾ ഒന്നുകൂടെ പറയാം: പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇറാൻ, ചൈന, ഭൂട്ടാൻ, ശ്രീലങ്ക, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഒഴികെയുള്ള പൗരന്മാർ. മാതാപിതാക്കളോ അവരുടെ 2 തലമുറയിൽപ്പെട്ട പൂർവികരോ ഇന്ത്യൻ പൗരന്മാരായിരുന്ന വ്യക്തികൾ. ഒരു ഇന്ത്യൻ പൗരൻ്റെയോ അല്ലെങ്കിൽ PIOയുടെയോ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ്റെയോ ഭാര്യാഭർത്താക്കന്മാർ ഇവർക്കൊക്കെ ഈ ഒരു ആനുകൂല്യം PIO ആയി പരിഗണിക്കപ്പെടുന്നവരാണെന്ന് ഓർത്തിരിക്കുക. ഇനി OCI ആയി പരിഗണിക്കപ്പെടുന്നവരുടെ ക്രൈറ്റീരിയാസാണ് പറയാൻ പോകുന്നത്. 1950 ജനുവരി 26 അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ചതും ഇപ്പോൾ വിദേശ പൗരത്വമുള്ളവരും. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ പൗരന്മാരൊഴികെ ഫസ്റ്റ് ക്രൈറ്റീരിയ 50 ജനുവരി 26 അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ചതും ഇപ്പോൾ വിദേശ പൗരത്വമുള്ളവരുമായിട്ടുള്ളവരെ OCIക്ക് പരിഗണിക്കപ്പെടും. 1950 ജനുവരി 26 ശേഷമോ അന്നോ അതിനുശേഷമോ ജനിച്ചതും ഇപ്പോൾ വിദേശ പൗരന്മാരായിട്ടുള്ളവരും. എന്നാൽ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ആൾക്കാരെ പരിഗണിക്കപ്പെടത്തില്ല. മാതാപിതാക്കളോ അവരുടെ 2 തലമുറയിൽപ്പെട്ട പൂർവികരോ ഇന്ത്യൻ പൗരന്മാരായിരുന്ന വ്യക്തികൾ. ഒരു ഇന്ത്യൻ പൗരൻ്റെയോ അല്ലെങ്കിൽ OCIയുടെയോ ഭാര്യാഭർത്താക്കന്മാർ. PIO കാർഡുകൾ ഇത്രയും പേരെ ഇന്ത്യൻ പൗരന്മാരായിട്ട് പരിഗണിക്കും. അതുപോലെ PIO കാർഡുകളുടെ കാലാവധി 15 വർഷമായിരുന്നു. എന്നാൽ OCI കാർഡുകൾക്ക് ആജീവനാന്ത കാലാവധിയുണ്ട്. അപ്പോൾ ആദ്യത്തെ OCIയുടെ ക്രൈറ്റീരിയ ഞാൻ ഒന്നുകൂടെ പറയാം. 1950 ജനുവരി 26 അതിനുശേഷമോ ജനിച്ച ഇപ്പോൾ വിദേശ പൗരത്വമുള്ളതായിട്ടുള്ള ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ആൾക്കാർ. 1950 ജനുവരി 26 അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ചതും ഇപ്പോൾ വിദേശ പൗരത്വമുള്ളവരുമായിട്ടുള്ള ആൾക്കാരെ OCI പൗരന്മാരായിട്ട് അല്ലെങ്കിൽ ഈ കാർഡിന് വേണ്ടി പരിഗണിക്കും. പക്ഷേ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ആൾക്കാരെ പരിഗണിക്കത്തില്ല. മാതാപിതാക്കളോ അവരുടെ 2 തലമുറയിൽപ്പെട്ട പൂർവികരോ ഇന്ത്യൻ പൗരന്മാരായിരുന്ന വ്യക്തികൾ. അതുപോലെ ഒരു ഇന്ത്യൻ പൗരൻ്റെയോ അല്ലെങ്കിൽ OCIയുടെയോ ഭാര്യാഭർത്താക്കന്മാർ ഇവരെയൊക്കെ OCI കാർഡിന് പരിഗണിക്കും. PIO കാർഡുകളുടെ കാലാവധി 15 വർഷം. OCI കാർഡുകൾക്ക് ആജീവനാന്ത കാലാവധിയാണ്. PIO കാർഡുടമകൾ 180 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ തങ്ങുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലെത്തി റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. എന്നാൽ OCI കാർഡുടമകൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. PIO കാർഡുടമകൾ 180 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ തങ്ങുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലെത്തി റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. OCI കാർഡുടമകൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. PIO കാർഡുകളുടെ കാലാവധി 15 വർഷം എന്ന് ഞാൻ പറഞ്ഞു. OCI കാർഡുടമകൾക്ക് രാഷ്ട്രീയ അവകാശം അനുവദിച്ചിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 16 പറയുന്ന അവസര സമത്വവും അവർക്ക് ബാധകമല്ല. എന്താണ് രാഷ്ട്രീയ അവകാശം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. OCI കാർഡുടമകൾക്ക് രാഷ്ട്രീയ അവകാശം അനുവദിച്ചിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ 16 പറയുന്ന അവസര സമത്വവും അവർക്ക് ബാധകമല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. OCI കാർഡുടമകൾക്ക് രാഷ്ട്രീയ അവകാശം അനുവദിച്ചിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 16 പറയുന്ന അവസര സമത്വവും അവർക്ക് ബാധകമല്ല. 5 വർഷമായി OCI കാർഡ് കൈവശം വയ്ക്കുന്നവരും കുറഞ്ഞത് 1 വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിട്ടുള്ളവരും 1955 പൗരത്വ നിയമമനുസരിച്ച് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാവുന്നതാണ്.
അപ്പോൾ OCI കാർഡ് ഉള്ളവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള ഒരു ക്രൈറ്റീരിയയാണ് പറയുന്നത് 5 വർഷമായി OCI കാർഡ് കൈവശം വെക്കുന്നവരും കുറഞ്ഞത് 1 വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിട്ടുള്ളവർക്കും 55 പൗരത്വ നിയമം അനുസരിച്ച് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാം. 5 വർഷം OCI കാർഡ് കൈവശം, അതുപോലെ 1 വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിക്കണം. ഓക്കെ, OCI കാർഡുകൾ വിസയായി പരിഗണിക്കുന്നതിനാൽ അതുള്ളവർക്ക് ഇന്ത്യയിൽ വരാനും യഥേഷ്ടം തങ്ങാനും സാധിക്കും. എന്നാൽ PIO കാർഡുടമകൾക്ക് പ്രത്യേകം വിസയ്ക്ക് അപേക്ഷിക്കണം എന്നായിരുന്നു വ്യവസ്ഥ. കാർഡുകൾ ഒന്നായതോടെ വിദേശ ഇന്ത്യക്കാർക്ക് വിസ ഇല്ലാതെ ഇന്ത്യയിൽ വരാമെന്ന് മാത്രമല്ല, ഇവിടെ താമസിക്കുന്നതിനും ബിസിനസ്സിൽ പങ്കാളികളാകുന്നതിനും വിദ്യാഭ്യാസം നേടുന്നതിനും ഒക്കെ വഴിതെളിച്ചു എന്ന് അറിഞ്ഞിരിക്കുക. PIO കാർഡുകൾക്ക് സെപ്പറേറ്റ് വിസ വേണം, OCI കാർഡുകാർക്ക് വിസ വേണ്ട. അതിനെ OCI കാർഡിനെ വിസയായിട്ട് പരിഗണിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ലയിപ്പിച്ചുകൊണ്ട് OCI കാർഡുകാർക്ക് ഇന്ത്യയിൽ വരാനും എപ്പോൾ വേണമെങ്കിലും വരാനും അതുപോലുള്ള ആനുകൂല്യങ്ങൾ ഇതിലൂടെ ലഭിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ OCI കാർഡും PIO കാർഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുക. സിറ്റിസൺഷിപ്പ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏകദേശം ഇത്രയും കാര്യങ്ങളെങ്കിലും ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മതി. സിറ്റിസൺഷിപ്പ് എന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും.